നാരായണ. ഹരി ഓം. നാരായണ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം സുഖം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. ഓം നമഃ പരമർഷിഭ്യോ നമഃ. പരമർഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. ശ്രീമദ് ഭഗവത്ഗീത 73-ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സുസ്വാഗതം. അല്ല,
ശ്രീമദ് ഭഗവത്ഗീത 73 ആയിട്ടില്ലല്ലോ അല്ലേ? നാരായണീയമാണ് 73. ഭഗവത്ഗീത 33 34 ആയിക്കോട്ടെ. രണ്ടാം അധ്യായം സാഖ്യയോഗം. അതിൽ ഭഗവാന്റെ ഉപദേശഭാഗം ആരംഭിച്ചു. 3 മറ്റ് ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു. 13-ാം ശ്ലോകം വരെയാണ് എടുത്തു പോകുന്നത്. അതെ, തുടർന്ന് കാണാം. നമുക്ക് രണ്ടാം അധ്യായത്തിലെ 1-ാം ശ്ലോകം മുതൽക്ക് 13-ാം ശ്ലോകം വരെ ഒന്നിച്ചൊന്ന് ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ദ്വിതീയോऽധ്യായഃ സാഖ്യയോഗഃ. സഞ്ജയ ഉവാച തം തദാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. ശ്രീഭഗവാനുവാച കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വയ്യുപപദ്യതേ. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന. ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. ഗുരൂന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ. ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. ന ചൈതദ്വിദ്മഃ കദരം നോ ഗരീയോ യദ്വാ ജയേമ യദി വാ നോ ജയേയുഃ. യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേവ സ്ഥിതാഃ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. കാർപണ്യദോഷോപഹതഃ സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ. യശ്രേയസ്യാം നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം സാധി മാം ത്വം പ്രപന്നം. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യക്ഷോഗമുച്ഛോഷണമിന്ദ്രിയാണാം. അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശഃ പരം തപഃ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. തമുവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത. സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. ശ്രീഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ. ഗദാസൂൻ അഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ. ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. ദേഹിനോസ്മിൻ യദാ ദേഹേ കൗമാരം യൗവനം ജരാ തദാ ദേഹാന്തരപ്രാപ്തിഃ ധീരസ്തത്ര ന മുഹ്യതി. നാരായണ നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുസ്വാഗതം. അതെ, ഭഗവത്ഗീത 35-ാം എപ്പിസോഡാണ്. എണ്ണങ്ങൾ മാറിപ്പോകുന്നതാണ്. 35-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. അപ്പോൾ
അർജുനൻ വളരെ ദീർഘമായ ഒരു പ്രസംഗം നടത്തി തൻ്റെ പാണ്ഡിത്യം പ്രദർശിപ്പിച്ചു. എന്നാൽ അർജുനൻ്റെ വിഷമം മാറിയിട്ടുമില്ല, അല്ലെങ്കിൽ വിഷമം വർദ്ധിച്ചു വരികയാണ് കാണുന്നത്. എൻ്റെ ഇന്ദ്രിയങ്ങളെ ചുട്ടുനീറുന്ന, ചുട്ടുപൊള്ളിക്കുന്നതായിട്ടുള്ള ഈ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതായിട്ടുള്ള വഴി ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് എനിക്ക് അതിനുള്ള വഴി പറഞ്ഞു തരണം, ശ്രേയോ മാർഗം ഉപദേശിക്കണം. യത് ശ്രേയസ്യാദ് നിശ്ചിതം ബ്രൂഹി തന്മേ. ആ ഒരു നല്ല ബുദ്ധി അർജുനന് ഈ സംഘർഷത്തിൻ്റെ ഇടയിലും തോന്നി. അതാണ് അർജുനന്റെ ഒരു നന്മ. എനിക്ക് ശ്രേയസ്കരമായത് എന്താണ്, എനിക്ക് ആത്യന്തികമായ നന്മ എന്താണ്, എന്ത് ലഭിച്ചാൽ എനിക്ക് ശാശ്വതമായിട്ടുള്ള സുഖം കിട്ടും, എൻ്റെ ദുഃഖങ്ങളെ എന്നേക്കുമായി ഇല്ലാതെയാക്കാൻ കഴിയും, 3 ലോകങ്ങളും കിട്ടിയാലും ദുഃഖങ്ങളില്ലാതാവാൻ പോകുന്നില്ല എന്നത് അർജുനൻ കണ്ടറിഞ്ഞിട്ടുള്ള ആളാണ്. ദേവലോകത്തൊക്കെ പോയിട്ടുള്ള ആളാണ്. ദേവലോകത്തിലുള്ള അവസ്ഥയൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അവിടെയും ഇവിടത്തെ വെച്ച് വലിയ മെച്ചമൊന്നുമല്ല. കുറച്ചുകൂടി സുഖസൗകര്യങ്ങൾ കൂടും, കുറച്ചുകൂടി ആയുസ്സിന്റെ ദൈർഘ്യം കൂടും, കുറച്ചുകൂടി എന്താ പറയുക, ക്വാളിറ്റി മെറ്റീരിയൽസ് അവിടെ അനുഭവിക്കാം എന്നേ ഉള്ളൂ. അല്ലാതെ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് നേരിട്ട് കണ്ടനുഭവിച്ചിട്ടുള്ള ആളാണ് അർജുനൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞു, എന്ത് ചെയ്താൽ, എന്ത് നേടിയാൽ എനിക്ക് എൻ്റെ എല്ലാ താപങ്ങളെയും എന്നേക്കുമായി ഉന്മൂലനം ചെയ്യാൻ കഴിയുമെന്ന്. അങ്ങനെ അദ്ദേഹം ചോദിച്ചത് കൊണ്ടും ശിഷ്യസ്തേഹം ശാദിമാം ത്വാം പ്രപന്നം, ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ച ശിഷ്യനാകുന്നു, എന്നെ ഉപദേശിച്ചാലും എന്നുള്ള ആ ഒരു വിധേയത്വം, ശിഷ്യത്വം പ്രകടിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് ഭഗവാൻ അർജുനന് ഉപദേശിക്കാൻ തയ്യാറായി. അല്ലെങ്കിൽ ഇത്രയും കാലം കൂടെ നടന്നിട്ടും ഒരിക്കലും ഉപദേശിച്ചിട്ടില്ലാത്ത കാര്യം ഇതാ ആദ്യമായിട്ട് ഉപദേശിക്കാനുള്ളൊരു അവസരം ഭഗവാന് കിട്ടിയിരിക്കുകയാണ്. പലപ്പോഴും ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടാവും ഇതൊക്കെ ഉപദേശിച്ചു കൊടുക്കണമെന്ന്. പക്ഷെ അർജുനൻ അതിന് ഒരിക്കലും ശ്രദ്ധ കൊടുത്തിട്ടില്ല, ചെവി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ഭഗവാന് ഈ വക കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇപ്പൊ നല്ലൊരവസരം ഭഗവാന് കിട്ടി. അപ്പൊ അർജുനന്റെ ആത്യന്തികമായിട്ടുള്ള ദുഃഖ നിവൃത്തി അത് ആത്മജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമേ നിവർത്തിക്കുകയുള്ളൂ, സാധിക്കുകയുള്ളൂ എന്ന് ബോധ്യം വന്ന ഭഗവാൻ ആത്മജ്ഞാന ഉപദേശം ആണ് ആദ്യം തന്നെ ചെയ്യുന്നത്. അതുതന്നെയാണ് ശ്രീമദ് ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന് പറയുന്ന ഭാഗം. 2-ാം അധ്യായത്തിലെ ആദ്യത്തെ 20 ശ്ലോകങ്ങൾ. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ 11 മുതൽ 30 വരെയുള്ള 20 ശ്ലോകങ്ങൾ. ഭഗവത്ഗീത 2-ാം അധ്യായം 11 മുതൽ 30 വരെയുള്ള 20 ശ്ലോകങ്ങൾ. അർജുനന് ഭഗവാൻ ഉപദേശിക്കുന്നത് സാഖ്യയോഗം എന്നുള്ള ബുദ്ധിയോഗം, ജ്ഞാനയോഗം എന്നൊക്കെ പറയാം. അത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഏഷാത്തെ അഭിഹിത സാഖ്യേ ബുദ്ധിർ യോഗേ തു ഇമാം ശൃണു എന്ന് ടോപ്പിക്ക് മാറുന്നിടത്ത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഈ 2-ാം അധ്യായത്തില്. ഏഷാത്തെ അഭിഹിത സാഖ്യേ ബുദ്ധി യോഗേ തു ഇമാം ശൃണു. ഇതാ ഇതുവരേക്ക് നിനക്ക് പറഞ്ഞു തന്നത് സാഖ്യത്തിലുള്ള സാഖ്യബുദ്ധിയാണ്, ജ്ഞാനമാണ്. യോഗേ തു ഇമാം ശൃണു, ഇനി യോഗബുദ്ധിയെ കേട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കർമ്മയോഗം എന്നുള്ള വിഷയം അവതരിപ്പിക്കാൻ ഭഗവാൻ തുടങ്ങുന്നത് കാണാം. അപ്പൊ അതിൽ പ്രധാനമായിട്ട് ഈ 11-ാം ശ്ലോകം മുതൽ 30-ാം ശ്ലോകം വരെ ഉള്ളതാണ് സാഖ്യബുദ്ധി, സാഖ്യയോഗം. ബാക്കിയൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ കർമ്മയോഗവും വരുന്നു, മറ്റ് ധാർമ്മികമായിട്ടുള്ള ഉപദേശങ്ങൾ വരുന്നു.
അവസാനം സ്ഥിതപ്രജ്ഞ ലക്ഷണം വരുന്നു, ഇതെല്ലാം വരുന്നു. അപ്പം ഇതിൽ ആദ്യത്തെ പ്രധാന 20 ശ്ലോകങ്ങൾ 11 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങളാണ് സാഖ്യം എന്ന് എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഉപദേശം. അപ്പോൾ അർജുനനെ ആദ്യം തന്നെ ഒന്ന് നല്ലതുപോലെ പ്രഹരിച്ചുകൊണ്ട്, അർജുനന്റെ അഭിമാനത്തെ തകർത്തുകൊണ്ട്, അർജുനന്റെ ഉള്ളിലുള്ള തനിക്കെല്ലാം അറിയാം എന്നുള്ള ഭാവത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട്, അർജുനനിലെ ജിജ്ഞാസുവിനെ ഒന്നുകൂടെ പ്രകോപിപ്പിച്ചിട്ട്, അർജുനന്റെ ഉള്ളില് ഉള്ള ജിജ്ഞാസു, ആ ജിജ്ഞാസുവിനെ ഉണർത്തുകയാണ് ഭഗവാൻ ചെയ്തത്. ജിജ്ഞാസയെ ഉണർത്തി. അപ്പൊ ഞാൻ ഈ ഇത്രയും നേരം പറഞ്ഞതൊന്നും ഒരു കാര്യവുമില്ലാത്ത കാര്യമാണ് എന്ന് അർജുനന് ബോധ്യം വരുത്തുന്ന രീതിയിലാണ് ഭഗവാന്റെ മർമ്മപ്രഹരം. അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂൻ അഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഹ. ദുഃഖിക്കേണ്ടാത്തവരെ കുറിച്ച് നീ ദുഃഖിക്കുന്നു, പണ്ഡിതന്മാരെ പോലെ നീ സംസാരിക്കുന്നു. പണ്ഡിതന്മാർ ദുഃഖിക്കാറില്ല, മരിച്ചവരെ കുറിച്ചും ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചും. എന്നുവെച്ചാൽ ആരെ കുറിച്ചും അർത്ഥമാണ്. അവിടെ സന്ദർഭവശാൽ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. മരിച്ചവരെ കുറിച്ചും ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചും എന്ന് പറഞ്ഞാല് എല്ലാവരെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും, ഈ ലോകത്തെ കുറിച്ച് തന്നെ. കാരണം ഈ ലോകം തന്നെ മരിക്കുന്നതാണ്. ഈ ലോകത്തിന്റെ സ്വഭാവം തന്നെ മരണമാണ്, മർത്യമാണ് ഈ ലോകം. എവർ ചേഞ്ചിങ്, എവർ പെറിഷിങ്, മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് ഈ ലോകം. ജഗ 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 ജഗാന്ന് മാറിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ടാണ് ഇതിന് ജഗത്ത് എന്ന് പറയുന്നത്. ജായതേ ഗച്ഛതി, ജായതേ ഗച്ഛതി, ജായതേ ഗച്ഛതി. വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു. ഇവിടെ സ്ഥായിയായിട്ട് ഒന്നുമില്ല. അപ്പോ അങ്ങനെയുള്ള ലോകത്തെ കുറിച്ച് തന്നെ ദുഃഖിക്കാത്തവരാണ് പണ്ഡിതന്മാർ. കാരണം അവർക്ക് ലോകത്തിന്റെ തത്വം അറിയാം. ഈ ലോകമുണ്ടായതാണ്, നശിക്കുന്നതാണ്, ഇത് അസത്താണ്, ഇത് സത്തല്ല, ഇത് ഉണ്മയല്ല, ഇത് ഉണ്മയെ തെറ്റിദ്ധരിച്ചതാണ്. ഉണ്മ അറിയുന്നവരാണ് പണ്ഡിതന്മാർ. എന്താണ് ഇതിന്റെ ഉണ്മ? എവിടുന്നാണ് ഈ ജഗത്തെല്ലാം പൊങ്ങി വരുന്നത്? എന്തിനെ ആശ്രയിച്ചാണ് ഈ ജഗത്ത് കാണപ്പെടുന്നത്? ഇതെല്ലാം കാണാതായാലും ഇതെല്ലാം എവിടേക്കാണ് ചെന്ന് ലയം പ്രാപിക്കുന്നത്? ഈ തത്വം അറിയുന്നവരാണ് പണ്ഡിതന്മാർ. അതുകൊണ്ട് തന്നെ ഈ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ ജഗത്തിനെ കുറിച്ച് പരിഭ്രമിക്കുന്നില്ല പണ്ഡിതന്മാർ. അവർക്കറിയാം ഇതിന്റെ സ്വഭാവം, ഇതിന്റെ ധർമ്മം. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കരയുന്നവരല്ല യഥാർത്ഥ പണ്ഡിതന്മാർ. അതുകൊണ്ട് അർജുന, നിനക്ക് പാണ്ഡിത്യം ഒട്ടുമില്ല, തൊട്ട് തേണ്ടിയിട്ടില്ല. നിന്റെ കരച്ചിൽ കണ്ടാൽ അറിയാമത്. നീ ശോചിക്കുന്നു, അന്വശോചഹത്വം. അതുകൊണ്ട് തന്നെ നീ മൂഢനാണ് എന്ന് വ്യക്തം. നീ പണ്ഡിതനാണെന്ന് ധരിക്കണ്ടാട്ടോ എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, അർജുനൻ എന്തിനെ കുറിച്ചാണ് കരയുന്നത്, വിഷമിക്കുന്നത്, ശോചിക്കുന്നത്? അതിനെ തന്നെ ആദ്യം ഏറ്റവും വലിയ മൗഢ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തി. അർജുന, ഞാനോ നീയോ ഈ കാണുന്നവരോ മുമ്പ് ഇല്ലാതിരുന്നിട്ടില്ല, ഭാവിയിൽ ഇല്ലാതാവുകയും ഇല്ല. ഇപ്പൊ നമ്മളൊക്കെ ഉണ്ട് എന്നുള്ളതിന് സംശയവുമില്ല നിനക്ക്. ഞാനുണ്ട്, നീയുണ്ട്, ഈ കാണുന്ന ചുറ്റുമുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ മുമ്പ് ഇല്ലാതിരുന്നിട്ടുള്ള ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. അവരെല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഭാവിയിൽ അവരില്ലാതാവുന്ന ഒരവസ്ഥയും ഇല്ല. എല്ലാ കാലത്തും അവരും ഉണ്ടാകും. അപ്പൊ ഏത് തലത്തിലാണ് അത് പറഞ്ഞത് വെച്ചാൽ അർജുനനെ ആ തലത്തിലേക്ക് ഉയർത്തുകയാണ്.
അർജുനൻ നിൽക്കുന്ന ആ ഭൗതിക തലത്തിൽ നിന്ന് ആത്മീയമായിട്ടുള്ള തലത്തിലെ അധ്യാത്മ തലത്തിലേക്ക് അർജുനന്റെ ബുദ്ധിയെ ഉയർത്തുകയാണ് ഒറ്റയടിക്ക് ഭഗവാൻ ചെയ്യുന്നത്. ഒരു 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 വലിയ ഔന്നത്യത്തിലുള്ള ഒരു ആശയത്തെ അർജുനന് ഭഗവാൻ അവതരിപ്പിക്കുകയാണ്. വളരെ ഉള്ളതായിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പൊ അർജുനനെ സംബന്ധിച്ച്. അപ്പൊ അർജുനന് ആ ആശയം പെട്ടെന്ന് ദഹിക്കുകയില്ല. അത്രയും ഔന്നത്യത്തിലുള്ള ആശയമാണ്. അപ്പൊ അതിനെ ഏണി വെച്ച് ബന്ധിപ്പിക്കണം, പാലോടണം. അർജുനൻ ഇപ്പൊ നിൽക്കുന്ന തലത്തിൽ നിന്ന് ആ ഉയരത്തിലേക്ക് പാലം ഇടണം. അതിനാണ് 13ാമത്തെ ശ്ലോകം പറഞ്ഞത്, ഇത് തമ്മിൽ ബന്ധിപ്പിക്കാൻ. അർജുന, നമ്മുടെ ഇന്നത്തെ ഈ അവസ്ഥയിൽ, ഈ ശരീരത്തിലിരിക്കുമ്പോൾ എങ്ങനെയാണോ ഈ ദേഹത്തിൽ തന്നെ നമ്മൾ പല അവസ്ഥകൾ കടന്നുപോയില്ലേ? ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ. 3 അവസ്ഥകൾ, പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള 3 അവസ്ഥകളെ നീ അനുഭവിച്ചില്ലേ? നമ്മുടെ ചുറ്റുപാടും എല്ലാവരും അനുഭവിക്കുന്നത് കാണുന്നില്ലേ? ആ കൗമാരത്തിലെ ആളല്ലല്ലോ യൗവനത്തിലെ ആ ശരീരം, അതല്ലല്ലോ വാർദ്ധക്യത്തിലെ ശരീരം. അപ്പൊ ഒരു ദേഹിക്ക് തന്നെ ഈ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള, പരസ്പര ലക്ഷണം കൊണ്ട് വ്യത്യസ്തങ്ങളായിരിക്കുന്ന 3 അവസ്ഥകളെ കണ്ടില്ലേ? എല്ലാവരിലും കാണുന്നില്ലേ? ഇതുപോലെ തന്നെയുള്ളൂ ഈ ദേഹം വെടിഞ്ഞ് വേറൊരു ദേഹത്തിലേക്കുള്ള പോക്കും. തഥാ ദേഹാന്തര പ്രാപ്തി ധീരഃ തത്ര ന മുഹ്യതി. വിചാരശീലന്മാർ, ബുദ്ധിമാന്മാർ, വിവേകികൾ ആ വിഷയത്തിൽ, ഈ ശരീരം ഉപേക്ഷിച്ച് പുതിയൊരു ശരീരം സ്വീകരിക്കുന്ന വിഷയത്തിൽ, മരിക്കുന്ന വിഷയത്തിൽ എന്നർത്ഥം. ധീരന്മാർ മരണ വിഷയത്തിൽ മോഹിക്കാറില്ല. കാരണം മരണം എന്നത് ഈ പ്രപഞ്ചത്തിലെ ഒരു സത്യമാണ്. പ്രപഞ്ചത്തിലെ സത്യമായ ശാശ്വതമായ ഒരു നിയമമാണ്. എല്ലാം മരിക്കും, ഉണ്ടായതെല്ലാം മരിക്കും. അതറിയുന്നവരാണ് ധീരന്മാർ, വിവേകികൾ. ആത്മ അനാത്മ വിവേചനം ചെയ്തിട്ടുള്ളവർ, നിത്യ അനിത്യ വിവേകം നടത്തിയിട്ടുള്ളവർ. എന്താണ് ഇവിടെ നിത്യമായിട്ടുള്ളത്, എന്താണ് അനിത്യമായിട്ടുള്ളത്? അനിത്യമായതൊക്കെ നശിക്കും, നിത്യമായതിന് നാശമില്ല എന്ന് വിചാരം ചെയ്തിട്ടുള്ളവരാണ് ധീരന്മാർ. അപ്പൊ ധീരന്മാർ ഈ വിഷയത്തിൽ മോഹിക്കുന്നില്ല എന്നാണ് 13ാം ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പോ അർജുനനെ വലിയൊരു ഔന്നത്യത്തിലേക്ക് ഉയർത്തുകയാണ്, ആത്മതത്വം പറഞ്ഞ് ആ തത്വത്തിലേക്ക് ഉയർത്തുകയാണ്. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ നചൈവന ഭവിഷ്യാമഹ സർവേ വയം അതഃപരം എന്നുള്ളത് ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഭഗവാന്റെ. ഗീതയിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ അതാണ്. അതിനു മുമ്പുള്ള 11ാമത്തെ ശ്ലോകം എന്താണെന്ന് വെച്ചാൽ അർജുനനെ മൂഢ എന്ന് വിളിച്ചതാണ്. അപ്പൊ അത് വലിയൊരു സംഭവമല്ലല്ലോ. ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചും മരിക്കുന്നവരെ കുറിച്ചും പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല, ദുഃഖിക്കേണ്ടാത്തവരെ കുറിച്ച് നീ ദുഃഖിക്കുന്നു, പണ്ഡിതനെ പോലെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞത് ഭഗവത്ഗീതയിലെ ഫിലോസഫി അല്ല. ഫിലോസഫിക്കലായിട്ട് അതിലേക്ക് കാര്യമായിട്ടൊന്നുമില്ല. അർജുനന്റെ മൗഢ്യത്തെ എടുത്ത് പറഞ്ഞതാണ്. അപ്പൊ ഫിലോസഫി ആരംഭിക്കുന്നത് 12ാം ശ്ലോകത്തിൽ നിന്നാണ്. തത്വത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. ഫിലോസഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിലോസഫി എന്നുള്ളത് വെസ്റ്റേൺ ഭാഷ. നമ്മളെ സംബന്ധിച്ച് തത്വശാസ്ത്രം, തത്വബോധം ജനിപ്പിക്കുന്നത്. എന്താണ് തത്വം? തത്വം എന്ന് പറഞ്ഞാൽ ഉള്ളത് എന്താണ് എന്നുള്ളതാണ് തത്വം. യഥാർത്ഥം എന്താണ്, പരമാർത്ഥം എന്താണ്, ആ പരമാർത്ഥത്തെ കുറിച്ചിട്ടുള്ള അന്വേഷണ ശാസ്ത്രമാണ് നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രം. അതിനെ
ഇംഗ്ലീഷ് ഭാഷയിൽ ഫിലോസഫിന്നോ തിയോളജിന്നോ വേറെ പല പേരുകളിലും വിളിക്കുന്നു. എന്താണ് പരമമായിട്ടുള്ള സത്യം? ഈ പ്രപഞ്ചത്തിൻ്റെയും നമ്മൾ ഓരോരുത്തരുടെയും സത്യത്തെ അന്വേഷിക്കുന്ന ശാസ്ത്രമാണ് ആധ്യാത്മിക ശാസ്ത്രം, തത്വശാസ്ത്രം, ദർശനശാസ്ത്രങ്ങൾ. അപ്പൊ ഇവിടെ ഭഗവാൻ അർജുനനെ സത്യം അന്വേഷിപ്പിക്കുകയാണ്, സത്യത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുകയാണ്. അർജുന, നീയും ഞാനും ഈ കാണുന്നവരാരും ഇല്ലാതെ ഇരുന്നിട്ടില്ല, ഭാവിയിൽ ഇല്ലാതെ ആവുകയുമില്ല. നമ്മളൊക്കെ നിത്യന്മാരാണ്. എല്ലാം നമ്മളൊക്കെ പാരമാർത്ഥിക തലത്തിൽ നിത്യന്മാരാണ്. പാരമാർത്ഥിക തലത്തിൽ നമ്മളൊക്കെ നിത്യന്മാരാണ്. അതുകൊണ്ട് നിത്യമായതിന് നാശമില്ലാത്തത് കൊണ്ട് നാശത്തെക്കുറിച്ച് എന്തിന് ചിന്തിക്കണം, എന്തിന് ദുഃഖിക്കണം? അനിത്യമായത് നശിച്ചുകൊണ്ടേയിരിക്കുന്നു, നശിക്കുന്നു. അതിനെക്കുറിച്ചും ദുഃഖിച്ചിട്ട് എന്താ കാര്യം? നിത്യപരിണാമിയായിരിക്കുന്ന കാര്യം പരിണമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അതിനെക്കുറിച്ചും ദുഃഖിച്ചിട്ട് കാര്യമില്ല. അപ്പോ അർജുനന്റെ ദൃഷ്ടി ഇപ്പോ ഊന്നി നിൽക്കുന്നത് ഈ നിത്യപരിണാമിയായിരിക്കുന്ന ശരീരങ്ങളിലാണ്. ഭഗവാൻ അർജുനനെ ഉയർത്താൻ ശ്രമിക്കുന്നത് വലിയ ലക്ഷ്യം കൊടുത്ത് നിത്യമായിട്ടുള്ള വസ്തുവിനെ, ശാശ്വതമായിട്ടുള്ള വസ്തുവിനെ, പാരമാർത്ഥികമായിട്ടുള്ള ആ വസ്തുവിനെ കാണിച്ച് ആ പാരമാർത്ഥിക തലത്തിലേക്കാണ് അർജുനനെ ഭഗവാൻ ക്ഷണിക്കുന്നത്. ഭവിഷ്യാമഹ സർവേ വയം അധഃപരം എന്ന്. അപ്പൊ അർജുനന്റെ തലം വ്യാവഹാരിക തലം, ഭഗവാൻ അർജുനനെ ഉയർത്താൻ ശ്രമിക്കുന്ന തലം പാരമാർത്ഥിക തലം, നിത്യതയുടേതായിട്ടുള്ള ആത്മാവിൻ്റെതായിട്ടുള്ള തലം. ഇത് രണ്ടും തമ്മിൽ വലിയ ഗ്യാപ്പുണ്ട്. അർജുനനെ സംബന്ധിച്ച് വലിയൊരു പാലം ഇടണം, വലിയൊരു ബ്രിഡ്ജിങ് വേണം. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് അർജുനന് ശങ്കയുണ്ട്. അപ്പൊ അതിലേക്കുള്ള പാലമിടലാണ് പിന്നെയുള്ള ശ്ലോകങ്ങൾ. ആദ്യത്തെ പാലമായിരുന്നു ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തി ധീരസ്തത്ര ന മുഹ്യതി എന്ന ഒരു ഉപമ, ഒരു ദൃഷ്ടാന്തം. ആ ദൃഷ്ടാന്തത്തിലൂടെ അർജുനന് ആദ്യം പറഞ്ഞു കൊടുത്തതായിട്ടുള്ള ആ തത്വം ഗ്രഹിക്കാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബുദ്ധിക്കകത്ത് ഭഗവാൻ നിർമ്മിക്കുകയാണ്. ചിന്തിക്കാനുള്ള ഒരു ശേഷി കൊടുക്കുകയാണ്. അർജുനൻ അത്ഭുതപ്പെട്ട് അന്തം വിട്ടു നിൽക്കുകയാണ്. ഇതെന്താ ഈ പറയുന്നത്? നമ്മളാരും ഇല്ലാതിരുന്നില്ല എന്നും നാളെ ഇല്ലാതാവുകയില്ല എന്നുള്ളതും കേൾക്കുമ്പോൾ അർജുനനെ സംബന്ധിച്ച് ഒരു അത്ഭുതമാണത്. വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും മരിച്ചു പോകുന്നത് കണ്ടതാണ് താൻ. മുമ്പ് ഒരുപാട് പേർ മരിച്ചു പോയിട്ടുണ്ട്. ഇനി തങ്ങളും മരിക്കുമെന്നുള്ള അറിവുണ്ട്. അങ്ങനെയുള്ള മരിക്കുന്ന നമ്മള് ശാശ്വതമായിട്ടുണ്ടാവും, നിത്യന്മാരാണ് എന്ന് പറയുമ്പോൾ അർജുനനെ സംബന്ധിച്ച് ദഹിച്ചിട്ടില്ല, ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിനാണ് ദൃഷ്ടാന്തം പറഞ്ഞത്. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തി ധീരഃ തത്ര ന മുഹ്യതി എന്ന്. ഇനിയും അർജുനനെ കൈപിടിച്ച് ഭഗവാൻ ഉയർത്താൻ ശ്രമിക്കുകയാണ് ഈ പാരമാർത്ഥിക തലത്തിലേക്ക്. അപ്പൊ അതിനു മുമ്പായിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഭാഷ്യകാരൻ ഒരു കണക്ഷൻ, ഒരു ചെറിയൊരു സെന്റൻസ്, വാചകം അടുത്ത ശ്ലോകത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ, ഏത് രീതിയിലാണ് അടുത്ത ശ്ലോകത്തെ നമ്മൾ കാണേണ്ടത് നോക്കാം. യദ്യപി ആത്മവിനാശ നിമിത്തോ മോഹോ ന സംഭവതി
നിത്യഃ ആത്മാ ഇതി വിജാനതഃ തഥാപി ശീതോഷ്ണ സുഖദുഃഖപ്രാപ്തി നിമിത്തോ മോഹോ ലൗകികോ ദൃശ്യത്തെ സുഖവിയോഗ നിമിത്തോ ദുഃഖ സംയോഗ നിമിത്തഃ ച ശോകഃ ഇത്യേതത് അർജുനസ്യ വചനം ആശങ്ക്യ ആഹ. അപ്പോ അടുത്ത ശ്ലോകം ഭഗവാൻ പറയുന്ന ആ ശ്ലോകം ഒന്ന് വായിക്കാം, എന്നിട്ട് എന്താണ് ഈ പറഞ്ഞതെന്ന് മനസ്സിലാക്കാം. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഃ ആഗമാപായിനോ അനിത്യാഃ താൻ തിതിക്ഷസ്വ ഭാരത. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഃ ആഗമാപായിനോ അനിത്യാഃ താൻ തിതിക്ഷസ്വ ഭാരത. 14-ാം ശ്ലോകം എന്താണ് ഇവിടെ കണക്ഷൻ, എന്താണ് ഇവിടെ സാങ്കത്യം, എവിടുന്ന് എവിടേക്കാണ് ഭഗവാൻ പോകുന്നത്? പരസ്പര ബന്ധമില്ലാത്ത എന്തെങ്കിലുമൊക്കെയാണോ പറയുന്നത്? ആദ്യത്തെ ശ്ലോകത്തില് അശോച്യാൻ അന്വശോചസ്തെന്ന് പറഞ്ഞ അർജുനനെ പിടിച്ചൊന്ന് കുലുക്കി, അത് കഴിഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം പറഞ്ഞു, നീയും ഞാനും മുമ്പ് ഇല്ലാതിരുന്നിട്ടില്ല, നാളെ ഇല്ലാതാവുകയുമില്ല എന്ന്. അതിൽ നടുങ്ങി നിൽക്കുകയാണ്, അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് അർജുനൻ. അപ്പോഴാണ് പറഞ്ഞത്, ഈ ദേഹത്തിൽ എങ്ങനെയാണോ കൗമാരം യൗവനം ജര എന്നിങ്ങനെയുള്ള അവസ്ഥകൾ, അതുപോലെയേ ഉള്ളൂ ദേഹാന്തര പ്രാപ്തിയും മരിച്ച് മറ്റൊരു ശരീരം സ്വീകരിക്കുന്നതും എന്ന് വേറൊരാശയം കൊടുത്തു. ശരി, അതവിടെ നിൽക്കട്ടെ. ഇതാ പുതിയൊരാശയം എടുത്ത് വിളമ്പുന്നു. എന്താണ് സംഭവം? മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഃ ആഗമ അപായിനോ അനിത്യാഃ താൻ തിതിക്ഷസ്വ ഭാരത. മാത്രാസ്പർശാഃ, മാത്രാസ്പർശങ്ങൾ എന്ന് പറഞ്ഞാല് വിഷയങ്ങൾ എന്നർത്ഥമാണ്. ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങളായി നമ്മൾ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്ന 5 വിഷയങ്ങളെയാണ് ഇവിടെ മാത്രാസ്പർശങ്ങൾ എന്ന് പറഞ്ഞത്. മാത്രാസ്പർശങ്ങൾ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്നവ. മാത്ര എന്ന് പറഞ്ഞാൽ അളക്കാനുള്ള ഉപകരണം, നമ്മുടെ പ്രമാണങ്ങൾ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ തന്നെയാണ് മാത്രകൾ. ചെവി ഒരു മാത്രയാണ്, കണ്ണൊരു മാത്രയാണ്, ത്വക്കൊരു മാത്രയാണ്, നാവൊരു മാത്രയാണ്, മൂക്കൊരു മാത്രയാണ്. മീയതേ അനേന ഇതി മാത്ര. മീയതേ അളക്കുന്നു, അളക്കുന്നത് കൊണ്ടാണ് ഇതിന് മാത്ര എന്ന പേര്. അപ്പൊ എന്തിനേക്കെയോ അളക്കുന്നു. അളക്കുക എന്ന് പറഞ്ഞാൽ അറിയാൻ വേണ്ടി, എല്ലാ അളവുകളും അറിയാൻ വേണ്ടിയാണ്. അപ്പൊ അറിയുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അളക്കുന്നു എന്ന് പറഞ്ഞാൽ അറിയുന്നു എന്ന് തന്നെയാണ്. അപ്പൊ കണ്ണുകൾ രൂപങ്ങളെ അളക്കുന്നു, രൂപങ്ങളെ അറിയുന്നു. കാതുകൾ ശബ്ദങ്ങളെ അറിയുന്നു. ത്വക്ക് സ്പർശങ്ങളെ അറിയുന്നു. നാവ് രുചികളെ അറിയുന്നു, രസങ്ങളെ അറിയുന്നു. മൂക്ക് ഗന്ധങ്ങളെ അറിയുന്നു. അപ്പൊ അതാത് ഇന്ദ്രിയങ്ങൾ അതാത് വിഷയങ്ങളെ സ്പർശിച്ചറിയുന്നു. ഓരോന്നും അതാതിൽ സ്പർശിച്ചറിയുന്നു. ഇവിടെ സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ ആ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായിട്ടുണ്ടാകുന്ന കോണ്ടാക്റ്റിനെയാണ് ഇവിടെ സ്പർശം എന്ന് പറയുന്നത്. കണ്ണ് രൂപങ്ങളെ കാണുമ്പോൾ അതൊരു കണ്ണിന്റെ സ്പർശമാണ്. കാത് ശബ്ദങ്ങളെ അറിയുമ്പോൾ അതിലൊരു സ്പർശം നടക്കുന്നുണ്ട്. നാവ് രുചികളെ അറിയുന്നതൊരു സ്പർശമാണ്. ത്വക്ക് സ്പർശങ്ങളെ അറിയുന്നതൊരു സ്പർശമാണ്. മൂക്ക് അറിയുന്നത് സ്പർശത്തിലൂടെയാണ്. എല്ലായിടത്തും സ്പർശമുണ്ട്. കണ്ണ് രൂപവുമായി സ്പർശിക്കുന്നു, അല്ലെ? ഈ കണ്ണിൽ നിന്ന് പ്രകാശകിരണങ്ങൾ ആ വസ്തുവിലേക്ക് പോയി അതിൽ നിന്ന് അതിന്റെ റിഫ്ലക്ഷൻ തിരിച്ചു വരുന്നതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചതാ. എന്നിട്ട് കണ്ണില് ആ നേരെ മുമ്പിൽ കാണുന്ന വസ്തുവിന്റെ വിപരീത പ്രതിബിംബമാണ് നമ്മൾ തലകീഴായിട്ടാ കാണുന്നത്. ആദ്യം നമ്മുടെ തലച്ചോറ് അതിനെ കറക്റ്റ് ചെയ്യുന്നു.
എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇവിടെ പ്രോസസ്സ്. അപ്പൊ കണ്ണ് രൂപങ്ങളെ സ്പർശിക്കുന്നു. കണ്ണിന്റെ സ്പർശ വിഷയമാണ് രൂപം. കാതിന്റെ സ്പർശ വിഷയമാണ് ശബ്ദം. കാതിലേക്കും ശബ്ദം വരുന്നത് സ്പർശിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലേ? നമ്മുടെ ഇയർ ഡ്രം എന്ന് പറയുന്ന ഒരു ഡയഫ്രം ഉണ്ടല്ലോ കാതിനകത്ത്. ആ ഡയഫ്രത്തില് ശബ്ദ തരംഗങ്ങൾ വന്ന് സ്പന്ദിക്കുമ്പോഴാണല്ലോ നമ്മൾ ശബ്ദങ്ങളെ തിരിച്ചറിയുന്നത്. അപ്പൊ അവിടെയും സ്പർശമുണ്ട്. ത്വക്കുകൊണ്ട് സ്പർശിച്ചിട്ടാണ് ശീതം, ഉഷ്ണം, മൃദു, കഠിനം എന്നൊക്കെയുള്ള വസ്തുക്കളെ നമ്മൾ തൊട്ടറിയുന്നത്. അവിടെ സ്പർശം വ്യക്തമായിട്ടുണ്ട്. നാവ് കൊണ്ട് രുചികളെല്ലാം നമ്മൾ സ്പർശിച്ചു തന്നെയാണ് അറിയുന്നത്. കണ്ടതുകൊണ്ട് രുചി അറിയില്ല. ഉപ്പിന്റെ പൊടിയും പഞ്ചസാര പൊടിയും തമ്മിൽ നമ്മൾക്ക് നാവ് സ്പർശിച്ചാൽ മാത്രമേ അറിയുള്ളൂ. അതുപോലെ ഗന്ധം മൂക്കിനെ വന്ന് സ്പർശിക്കണം, അപ്പോഴേ മൂക്കില് മണമറിയുള്ളൂ. അപ്പൊ 5 ഇന്ദ്രിയങ്ങളും അതാതിന്റെ വിഷയങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നു, സ്പർശിക്കുന്നു, സ്പർശിച്ചറിയുന്നു. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ കൊണ്ട് സ്പർശിച്ചറിയുന്നത് കൊണ്ട് വിഷയങ്ങളെ പറഞ്ഞതാണ് ഇവിടെ. മാത്രാസ്പർശാഹ, ഇന്ദ്രിയ വിഷയങ്ങളാകട്ടെ അർജുന എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മാത്രാസ്പർശാസ്തു കൗന്ദേയ, ഹേ കുന്തിപുത്ര, ഈ ഇന്ദ്രിയ വിഷയങ്ങളാകട്ടെ ശീതോഷ്ണ സുഖദുഃഖദാഹ, ശീതങ്ങളും ഉഷ്ണങ്ങളും സുഖവും ദുഃഖവുമെല്ലാം നൽകുന്നതാണ്. എന്നാൽ പെർമനന്റ് ആയിട്ട് ഒന്നും നൽകുന്നില്ല. അത് ആഗമ അപായിനഃ, ആഗമ അപായിനഃ, ആഗമിക്കുന്നു അപായം സംഭവിക്കുന്നു, ആഗമിക്കുന്നു അപായം സംഭവിക്കുന്നു. ആഗമ അപായിനഃ, വരികയും പോവുകയും ചെയ്യുന്നതാണ് അതിന്റെ സ്വഭാവം. ആഗമാപായിനോ അനിത്യാഹ, വരികയും പോവുകയും ചെയ്യുന്നതും അനിത്യങ്ങളുമാകുന്നു അവ. അതുകൊണ്ട് തന്നെ താൻ തിദിക്ഷസ്വ ഭാരത, ഹേ ഭാരത, ഹേ ഭരതവംശജ അർജുന, താൻ തിദിക്ഷസ്വ, അവയെ ക്ഷമിച്ചാലും അവയെ സഹിച്ചാലും അവയെ അവഗണിച്ചാലും അവയെക്കുറിച്ച് ബോധറിയാതിരിക്കൂ. അതാണ് തിതിക്ഷസ്വ എന്ന്. അപ്പൊ ഇതാണ് ഈ ശ്ലോകത്തിലെ അക്ഷരാർത്ഥം. ഇന്ദ്രിയ വിഷയങ്ങളാകട്ടെ അർജുന, നമ്മൾക്ക് ശീതവും ഉഷ്ണവും സുഖവും ദുഃഖവും ഇങ്ങനെ മാറി മാറി തന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതെല്ലാം വരുന്നതും പോകുന്നതുമാണ്, അനിത്യങ്ങളാണ്. അവയെ പരിഗണിക്കേണ്ടതില്ല, അവയെ സഹിക്കുക, അവയെ ത്യജിക്കുക, അവഗണിക്കുക എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ എന്താ ഇവിടെ ഇപ്പൊ ഈ ശ്ലോകം പറയാനുള്ള സന്ദർഭം എന്താ? ഈ കഴിഞ്ഞ ശ്ലോകവും ഈ ശ്ലോകവും തമ്മിലുള്ള ബന്ധം, ഇനി വരാനിരിക്കുന്ന ശ്ലോകത്തിനും ഇതുമായിട്ട് എന്ത് ബന്ധം? ഇതെന്താ ഭഗവാൻ ഇടയിൽ വല്ല പിച്ചും പെയ്യൊക്കെ എടുത്തെടുത്ത് പറയുകയാണോ? ഇപ്പൊ ഭഗവാനാണോ കൺഫ്യൂഷനില്, അർജുനനാണോ കൺഫ്യൂഷനില്? നോക്കണം. അതിനാണ് ഭഗവത്പാദർ, ആചാര്യ ഭഗവത്പാദർ ഈ ശ്ലോകം ചൊല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു കണക്ഷൻ പറഞ്ഞു. ആ കണക്ഷനെ ഇപ്പൊ നമുക്ക് നോക്കാം. യദ്യപി ആത്മവിനാശ നിമിത്തോ മോഹോ ന സംഭവതി നിത്യഃ ആത്മാ ഇതി വിജാനതഃ. ആത്മാ നിത്യഃ ഇതി വിജാനതഃ, ആത്മാവ് നിത്യമാണ് എന്ന് അറിയുന്നതായിട്ടുള്ള ഒരാൾക്ക്, വിജ്ഞാനിക്ക്, ആത്മവിനാശ നിമിത്തഃ മോഹഃ ന സംഭവതി, ആത്മാവ് നശിക്കുന്നു എന്ന അതിനെ സംബന്ധിച്ചതായിട്ടുള്ള മോഹം ഉണ്ടാവുന്നില്ല. യദ്യപി, എങ്കിലും, അങ്ങനെയൊക്കെ ആണെങ്കിലും. അപ്പോ ആത്മാവിന് നാശമില്ല, ശരി, സമ്മതിച്ചു. ഒരു ജ്ഞാനി, ആത്മാവിന്റെ നിത്യത്വത്തെ അറിയുന്ന ഒരുവൻ ആത്മാവിന് നാശമില്ല എന്ന സത്യം അറിയുന്നു. പക്ഷേ തദാപി,
അങ്ങനെയൊക്കെ ആണെങ്കിലും ശീതോഷ്ണ സുഖ ദുഃഖ പ്രാപ്തി നിമിത്തോ മോഹോ ലൗകികോ ദൃശ്യത്തെ. ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം മുതലായവ പ്രാപിക്കുമ്പോൾ അത് കാരണമായിട്ടുണ്ടാകുന്ന മോഹം, മൂഢത, ദുഃഖങ്ങൾ ലൗകികോ ദൃശ്യത, ഈ ലോകത്തിൽ എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ. ശരി, ആത്മാവിനെ വിടൂ, അത് നശിക്കുന്നില്ല, ശരി തന്നെ. പക്ഷെ ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ ശീതവും ഉഷ്ണവും സുഖവും ദുഃഖവും ഒക്കെ എവിടെ കൊണ്ടുവയ്ക്കും? അത് മരണകാലത്ത് ഞാൻ പേടിക്കില്ല, ശരി. ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ എവിടെ കൊണ്ടുവയ്ക്കും? എനിക്ക് ഈ ശരീരം ഉപേക്ഷിച്ചാലും വേറെ ശരീരം കിട്ടും, ആശ്വസിക്കാം, ആത്മാ നിത്യമാണ്, എനിക്ക് നാശമില്ല, ശരി തന്നെ. പക്ഷെ ഇപ്പൊ ഞാൻ കഷ്ടപ്പെടുന്നുണ്ടല്ലോ, ഈ ശീതവും ഉഷ്ണവും സുഖവും ദുഃഖവും എന്നിട്ട് ഉലയ്ക്കുന്നുണ്ടല്ലോ, ഞാൻ ഈ പെൻഡുലം കിടന്ന് ആടുന്നത് പോലെ ആടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ വിഷമത്തിനെ ഞാൻ ആരോട് പറയും, എവിടെ കൊണ്ടുവയ്ക്കും? ഈ ലോകത്തില് എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ ഈ വിഷമം. അതാണ് തഥാപി ശീതോഷ്ണ സുഖദുഃഖ പ്രാപ്തി നിമിത്തോ മോഹോ ലൗകികോ ദൃശ്യത്തെ. സുഖവിയോഗ നിമിത്തോ ദുഃഖ സംയോഗ നിമിത്തഃ ശോകഃ ഇത്യേതത് അർജുനസ്യ വചനം ആശങ്ക്യ ആഹ. അപ്പൊ ഇങ്ങനെ അർജുനൻ ഇങ്ങനെ ചോദിക്കാം, അർജുനന്റെ വചനത്തെ ആശങ്ക്യ ആഹ, ശങ്കിച്ചുകൊണ്ട് അർജുനന്റെ മുഖത്ത് നോക്കിയിട്ട് മനസ്സിലാക്കി ഭഗവാൻ അർജുനന്റെ ഉള്ളിലുള്ള സംശയം. ഇങ്ങനൊരു ചോദ്യത്തിന് അർജുനന്റെ ഉള്ളില് സാധ്യത കാണുന്നു. അപ്പൊ അർജുനൻ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ എന്താണ് ലൗകികോ ദൃശ്യത എന്ന്? സുഖവിയോഗ നിമിത്തോ ശോകഃ ദുഃഖ സംയോഗ നിമിത്തോ ശോകഃ. നമുക്ക് ശോകമുണ്ടാവുന്നത് എപ്പോഴൊക്കെയാണ്? നമ്മളിപ്പോ ഏത് വിഷയത്തിൽ സുഖമായിരിക്കുന്നുവോ ആ വിഷയം നമ്മളെ വിട്ടുപോകുമ്പോൾ, വിയോഗം സംഭവിക്കുമ്പോൾ, നമുക്ക് സുഖം തരുന്ന വസ്തുക്കൾ നമ്മെ വിട്ടുപോകുമ്പോൾ നമ്മൾ ദുഃഖിക്കുന്നു. നമുക്ക് സുഖം തരുന്ന വ്യക്തികൾ നമ്മളെ വിട്ടുപോകുമ്പോൾ സുഖിക്കുന്നു. നമ്മൾക്ക് സുഖം തരുന്ന വസ്തുക്കൾ ആരെങ്കിലും അപഹരിച്ചെടുത്താൽ നമുക്ക് ദുഃഖം വരുന്നു. നമ്മൾക്ക് സുഖം തരുന്ന വസ്തുക്കൾ സ്വയം കാലം കൊണ്ട് നശിച്ചു പോയാൽ, ജീർണിച്ചു പോയാൽ നമ്മൾ വിഷമിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നമ്മൾ എവിടെയെങ്കിലും കാണാതായ, മറന്നു വെച്ചാൽ വിഷമിക്കുന്നു, അല്ലെ? അപ്പൊ നമുക്ക് സുഖം തരുന്ന വസ്തുക്കൾ വിയോഗം സംഭവിക്കുമ്പോൾ സുഖവിയോഗ നിമിത്തഃ ശോകഃ, സുഖവസ്തുക്കൾ വിട്ടുപോകുമ്പോൾ ശോകമുണ്ടാകുന്നു. അതുപോലെ തന്നെ ദുഃഖ സംയോഗ നിമിത്തഃ ശോകഃ, നമുക്കിഷ്ടമില്ലാത്ത പദാർത്ഥങ്ങൾ നമ്മളുടെ അടുത്തേക്ക് വന്നു ചേരുമ്പോൾ അപ്പോഴും നമുക്ക് ശോകമുണ്ടാകുന്നു. നമുക്കിഷ്ടമില്ലാത്ത ആളുകൾ നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകുന്നു. നമ്മുടെ മനസ്സ് വല്ലാതെ ചുരുങ്ങുന്നു, സങ്കോചമുണ്ടാകുന്നു. ആ സങ്കോചം തന്നെയാണ് ദുഃഖം. ഒരു അൺപ്ലസന്റ് ആയിരിക്കുന്ന അവസ്ഥ, ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ. നമ്മുടെ മനസ്സിന് ഈ വന്ന ആളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ മനസ്സ് അവരെ അക്കോമഡേറ്റ് ചെയ്യാതെ പുറത്തു നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ മനസ്സ് ചെറുതായി, സങ്കോചം പ്രാപിച്ചു. അപ്പൊ മനസ്സിന്റെ സങ്കോചവും ഇന്ദ്രിയങ്ങൾക്ക് അൺപ്ലസന്റ് ആയിരിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവുന്നു. നമുക്ക് ഇഷ്ടമില്ലാത്ത വസ്തുക്കൾ വന്നു ചേരുമ്പോൾ അതിനെയാണ് ദുഃഖം, ശോകം എന്ന് പറയുന്നത്. അപ്പൊ രണ്ടു തരത്തിൽ ശോകം ഉണ്ടാവാം. സുഖവസ്തുക്കൾ വിട്ടുപോകുമ്പോഴും ദുഃഖ സാഹചര്യങ്ങൾ വന്നു ചേരുമ്പോഴും, അല്ലെ? അനുകൂലമായിരിക്കുന്ന അവസ്ഥ വന്നു ചേരുമ്പോൾ സുഖം, അത് വിട്ടുപോകുമ്പോൾ ദുഃഖം. പ്രതികൂലമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ വിട്ടുപോകുമ്പോൾ നമുക്ക് സുഖം, അത് വന്നു ചേരുമ്പോൾ, പ്രതികൂല അവസ്ഥകൾ വരുമ്പോൾ നമുക്ക് ദുഃഖം. ഇത് ലോകത്തിൽ കാണപ്പെടുന്നു. അപ്പൊ ഇതിനെന്താ പ്രതിവിധി എന്ന് ഭഗവാനോട് അർജുനൻ ചോദിക്കാം. ആത്മാ നിത്യം, ശരി, ആത്മാവിന് നാശമില്ലെങ്കിലും ഈ ഇടയ്ക്കിടയ്ക്കുണ്ടാവുന്ന ഈ ഫ്ലക്ച്വേഷൻ എന്ത് ചെയ്യും? ഈ സുഖദുഃഖങ്ങൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നതിന് അനുഭവിക്കുന്നതാണല്ലോ എല്ലാവരും. അതിനെന്താ ചെയ്യുക? അതിന് ഞാൻ വിഷമിക്കില്ലേ?
ഇപ്പൊ എൻ്റെ ഈ ബന്ധുക്കള്, എൻ്റെ കൂടെയുള്ളവർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ എനിക്ക് സുഖം നഷ്ടപ്പെടുകയല്ലേ? ഞാൻ സ്നേഹിക്കുന്ന ആളുകളൊക്കെ മരിക്കുമ്പോൾ എനിക്ക് ദുഃഖമല്ലേ എന്നാണെങ്കിൽ അതിനുള്ള മറുപടിയാണ് 14-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത്. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഹ ആഗമാപായിനോ അനിത്യാഹ താൻ തിദിക്ഷസ്വ ഭാരത എന്ന്. ഭാഷ്യം കണ്ടിട്ട് അതിന്റെ കൂടുതൽ വ്യാഖ്യാനം നോക്കാം. നമുക്ക് ആചാര്യ ഭഗവത്പാദര് ഈ ശ്ലോകത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു നോക്കാം. മാത്രാഹ, എന്താണ് മാത്രാഹ എന്ന് ഭാഷ്യകാരൻ പറയാണ്. ആഭിഹി മീയന്തേ ശബ്ദാദയഃ ഇതി ശ്രോത്രാദീനി ഇന്ദ്രിയാണി. എന്താണ് മാത്രാഹ? ശ്രോത്രാദീനി ഇന്ദ്രിയാണി, ചെവി മുതലായ ഇന്ദ്രിയങ്ങളെയാണ് ഇവിടെ മാത്ര എന്ന ശബ്ദം കൊണ്ട് ഉദ്ദേശിച്ചത്. എന്തുകൊണ്ട്? ആഭിഹി മീയന്തേ ശബ്ദാദയഃ ഇതി. ആഭിഹി എന്ന് പറഞ്ഞാൽ ഇവകളാൽ, ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് ശബ്ദാദികൾ മീയന്തേ അറിയപ്പെടുന്നത്, അളക്കപ്പെടുന്നത്. ശ്രോത്രം കൊണ്ട് ശബ്ദവും, ത്വക്ക് കൊണ്ട് സ്പർശവും, ചക്ഷുസ് കൊണ്ട് രൂപവും, രസന കൊണ്ട് രസവും, ഘ്രാണേന്ദ്രിയം കൊണ്ട് ഗന്ധവും, ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട് 5 വിഷയങ്ങൾ അറിയപ്പെടുന്നത് കൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെയാണ് ഇവിടെ മാത്ര എന്ന് പറയുന്നത്. അതാണ് ശ്രോത്രാദീനി ഇന്ദ്രിയാണി മാത്രാഹ. ഇവകളെ കൊണ്ട്, ഇതിനെ അളക്കുന്നത് കൊണ്ട്, അറിയുന്നത് കൊണ്ട്. അതാത് ഇന്ദ്രിയങ്ങൾക്ക് അതാത് വിഷയങ്ങളെ മാത്രമേ അറിയാനും കഴിയുള്ളൂ. കണ്ണുകൊണ്ട് നമുക്ക് കേൾക്കാനാവില്ല, കാതുകൊണ്ട് കാണാനുമാവില്ല, നാവ് കൊണ്ട് കാണാനോ കേൾക്കാനോ മണക്കാനോ ആവില്ല, നാവ് കൊണ്ട് രുചിക്കാനും സ്പർശിക്കാനുമാവും, കണ്ണുകൊണ്ട് രുചിക്കാനാവില്ല, കാതുകൊണ്ട് രുചിക്കാനാവില്ല, അതുകൊണ്ട് മണക്കാനുമാവില്ല. അപ്പോ ഓരോരോ പർപ്പസ് മാത്രമേ ഓരോ ഇന്ദ്രിയങ്ങളെ കൊണ്ടും നടക്കുള്ളൂ. കണ്ണുകൊണ്ട് രൂപങ്ങളെ കാണുക എന്നത് മാത്രമേ സാധ്യമുള്ളൂ, കാതുകൊണ്ട് ശബ്ദങ്ങളെ കേൾക്കുക എന്നത് മാത്രമേ സാധ്യമുള്ളൂ, ഘ്രാണേന്ദ്രിയം കൊണ്ട് മണക്കാൻ മാത്രമേ സാധിക്കുള്ളൂ, രസനേന്ദ്രിയം കൊണ്ട് രുചിക്കാൻ മാത്രമേ അറിയുള്ളൂ, സ്പർശേന്ദ്രിയം കൊണ്ട് സ്പർശിച്ചറിയാൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ അതാത് ഇന്ദ്രിയങ്ങൾക്ക് അതാത് പരിമിതികളും ഉണ്ട്. ദേ ആർ വെരി മച്ച് കണ്ടീഷൻഡ്. ലിമിറ്റഡ് ആയിട്ടുള്ള പ്രവൃത്തി മാത്രമേ അവയെ കൊണ്ട് സാധിക്കുള്ളൂ. അവരവരുടേതായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യുന്നു, അവരുടെ ധർമ്മം പ്രവർത്തിക്കുന്നു. അതിനെ അവരുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങളെ അവർക്ക് അറിയാവുന്ന അളവുകോൽ വെച്ച് അവര് റെക്കഗ്നൈസ് ചെയ്ത് തരുന്നു, അളന്നു തരുന്നു. അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങൾക്ക് മാത്രകൾ എന്ന് പേര്. മാത്രാഹ ശ്രോത്രാദീനി ഇന്ദ്രിയാണി. ഇനി ആ മാത്രാണാം സ്പർശാഹ ശബ്ദാദിഭിഹി. ഈ മാത്രകളുടെ സ്പർശങ്ങൾ, മാത്രാസ്പർശ എന്ന് പറഞ്ഞുല്ലോ. അപ്പൊ എന്താ ഈ സ്പർശങ്ങൾ? ശബ്ദാദിഭിഹി എന്ന് പറഞ്ഞു, ശബ്ദാദികളാകുന്ന സ്പർശങ്ങൾ. അതാണ് ശബ്ദാദിഭിഹി സംയോഗാഹ തേ. ശബ്ദാദികളുമായിട്ട് സംയോഗമുണ്ടാകുന്നു. സംയോഗത്തെയാണ് ഇവിടെ സ്പർശം എന്ന ശബ്ദം കൊണ്ട് ഉദ്ദേശിച്ചത്. സംയോഗം, കോണ്ടാക്ട്, അത് തന്നെ സ്പർശം. അപ്പൊ തേ ശീതോഷ്ണ സുഖദുഃഖദാഹ. ആ വിഷയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങൾ ശീതവും ഉഷ്ണവും സുഖവും ദുഃഖവും ദാനം നൽകുന്നതാണ്. ദദാദീതി ദാ. ശീതം ഉഷ്ണം സുഖം ദുഃഖം ച പ്രയച്ഛന്തി ഇതി. ശീത ഉഷ്ണ സുഖ ദുഃഖങ്ങളെ പ്രയച്ഛന്തി ദദാതി, ദാനം ചെയ്യുന്നു. അഥവാ സ്പൃശ്യന്തേ ഇതി സ്പർശാഹ വിഷയാഹ ശബ്ദാദയഃ മാത്രാഹ ച സ്പർശാഹ ച ശീതോഷ്ണ ദുഃഖദാഹ. അഥവാ വേറൊരു രീതിയിൽ പറഞ്ഞാല് സ്പൃശ്യന്തേ ഇതി സ്പർശാഹ, സ്പർശിക്കപ്പെടുന്നത് കൊണ്ട് സ്പർശങ്ങൾ, വിഷയങ്ങൾ തന്നെയാണവ. ശബ്ദാദയഃ, ശബ്ദാദികളാണ് മാത്രകൾ. ആ മാത്രകൾ, സ്പർശങ്ങൾ ശീതോഷ്ണ സുഖദുഃഖദാഹ, ശീത ഉഷ്ണ സുഖദുഃഖങ്ങളെ നൽകുന്നു. ശീതം കദാചിത് സുഖം കദാചിത് ദുഃഖം തഥാ
ഉഷ്ണമപി അനിയതരൂപം സുഖദുഃഖേ പുനഃ നിയതരൂപേ യതഃ ന വ്യഭിചരതഃ അതഃ താഭ്യാം പൃഥക് ശീതോഷ്ണയോഃ ഗ്രഹണം യസ്മാത് തേ മാത്രാസ്പർശാദയഃ ആഗമാപായിനഃ ആഗമാപായശീലാഃ തസ്മാത് അനിത്യാഃ അതഃ താൻ ശീതോഷ്ണാദീൻ തിതിക്ഷസ്വ പ്രസഹസ്വ തേഷു ഹർഷം വിഷാദം ച മാ കാർഷീഹി ഇത്യർത്ഥഃ. അപ്പൊ ഈ ശീതവും ഉഷ്ണവുമൊക്കെ ചിലപ്പോൾ കഥാചിത് ശീതം, ചിലപ്പോൾ തണുപ്പ്, കഥാചിത് സുഖം, ചിലപ്പോൾ സുഖം, തഥാ ദുഃഖം, ചിലപ്പോൾ ദുഃഖം, കഥാചിത് ഉഷ്ണം, ചിലപ്പോൾ ഉഷ്ണം. അപ്പൊ ശീതം ചിലപ്പോൾ ഉഷ്ണം, ചിലപ്പോൾ ദുഃഖം, ചിലപ്പോൾ സുഖം. ഇങ്ങനെ ഈ സുഖദുഃഖങ്ങളും എല്ലാം അനിയത രൂപമാണ്, ഒരു നിയതമായിട്ടുള്ള രൂപമില്ല. ഇതിന് ഒരു പെർമനൻസി ഒന്നുമില്ല. ഈ സുഖദുഃഖങ്ങൾക്ക് പെർമനന്റ് ആയിട്ടൊരു ദുഃഖമോ പെർമനന്റ് ആയിട്ടൊരു സുഖമോ ഒന്നുമില്ല. അനിയത രൂപം സുഖദുഃഖേ പുനഃ നിയതരൂപേ യതഃ ന വ്യഭിചരതഃ അതഃ താഭ്യാം പൃഥക് ശീതോഷ്ണയോഃ ഗ്രഹണം യസ്മാത്. അപ്പൊ ഈ സുഖദുഃഖങ്ങൾക്ക് അല്ലെങ്കിൽ ശീതോഷ്ണ സുഖദുഃഖങ്ങൾക്ക് അനിയതമായിട്ടുള്ള രൂപമാണ്, അല്ല സോറി, ശീതവും ഉഷ്ണവും അനിയതമായിട്ടുള്ള ഭാവമാണ്. സുഖദുഃഖങ്ങള് നിയത രൂപങ്ങളാണ്, അവ വ്യഭിചരിക്കുന്നില്ല എന്നവണ്. അതുകൊണ്ട് ശീതവും ഉഷ്ണവും പോലെ അല്ല സുഖദുഃഖങ്ങൾ, അതിനെ വേർപെടുത്തി കാണണം. വേർപെടുത്തി ശീതോഷ്ണങ്ങളെ ഗ്രഹിക്കണം, സുഖദുഃഖങ്ങളെ വേർപെടുത്തി കാണണം. ശീതോഷ്ണങ്ങളൊക്കെ ആഗമാപായികളാണ്, അതുകൊണ്ട് തന്നെ അനിത്യങ്ങളുമാണ്. അഗമാപായിനഃ അനിത്യാഃ അതഃ താൻ ശീതോഷ്ണാദീൻ തിദിക്ഷസ്വ പ്രസഹസ്വ. ശീത ഉഷ്ണാദികളെ തിദിക്ഷസ്വ പ്രസഹസ്വ, പ്രകർഷേണ സഹസ്വ, സഹനം കുരു, സഹിക്കൂ. തേഷു ഹർഷം വിഷാദം ച മാ കാർഷീഹി ഇത്യർത്ഥഃ. ഹർഷവും വിഷാദവും മാ കാർഷി, ത്വം മാ കാർഷി, നീ ചെയ്യാതിരിക്കൂ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാല് ശീതവും ഉഷ്ണവും പുറത്താണ്, പുറത്തെ വിഷയങ്ങളെ ആശ്രയിച്ചാണ് ശീതവും ഉഷ്ണവും. അതിനോടുള്ള നമ്മുടെ ആന്തരികമായിട്ടുള്ള റെസ്പോൺസാണ് സുഖവും ദുഃഖവും. ഇത് നമ്മുടെ കൺട്രോളിലാണ്. ഏത്? സുഖവും ദുഃഖവും. ശീതവും ഉഷ്ണവും അല്ല സുഖവും ദുഃഖവും തരുന്നത്. അവരവരുടെ പാട്ടിൽ വരണു പോണു. നിങ്ങളാണ് അതിനോട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടേതായിട്ടുള്ള സുഖവും ദുഃഖവും അനുഭവിക്കുന്നത്. ശീതം സുഖം തന്നൂന്നോ ഉഷ്ണം ദുഃഖം തന്നൂന്നോ മറിച്ചോ ഇല്ല. ശീതം ഒരിക്കലും സുഖകാരണമോ ദുഃഖകാരണമോ അല്ല. ഉഷ്ണവും ഒരിക്കലും സുഖകാരണമോ ദുഃഖകാരണമോ അല്ല. അതെന്താ എങ്ങനെ പറയണത് വെച്ചാൽ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. സാപേക്ഷികമാണത്. ഒരാൾക്ക് ശീതം എന്ന് പറയുന്നത് വേറൊരാൾക്ക് ഉഷ്ണമാണ്. ഒരാൾക്ക് ഉഷ്ണമായിരിക്കുന്നത് വേറൊരാൾക്ക് ശീതമാണ്. അല്ലേ? ഒരു വീട്ടില് ഒരു ബെഡ്റൂമിൽ കിടക്കുന്ന രണ്ടുപേർ തമ്മിൽ തർക്കം. AC വേണം, AC ഓഫ് ചെയ്യണം. ഭാര്യയും ഭർത്താവും തന്നെ നല്ല സ്നേഹമുണ്ട് പരസ്പരം. പക്ഷെ ഒരാൾക്ക് AC ഉണ്ടെങ്കിലേ ഉറങ്ങാൻ പറ്റുള്ളൂ. അത് നല്ലോണം തണുപ്പിച്ച് വെക്കണം. ആ AC പരമാവധി ലോ ടെമ്പറേച്ചർ എത്രയാണെന്ന് വെച്ചാൽ അതിലേക്ക് താഴ്ത്തി വെക്കും അങ്ങേര്. 16 17 ഡിഗ്രി സെൽഷ്യസിലേക്ക് പരമാവധി താഴ്ത്തി വെക്കും. എന്നാൽ പാർട്ട്ണർ ആവട്ടെ മറിച്ചാണ്. തണുത്തിട്ട് വയ്യ, ഒന്ന് ഓഫ് ചെയ്യൂ എന്ന് പറയുന്നു. അവസാനം രണ്ടുപേരും കൂടി കോംപ്രമൈസ് ചെയ്തിട്ടാണ് ടെമ്പറേച്ചർ കൂട്ടിവെക്കാൻ തീരുമാനിക്കുന്നത്. അല്ലേ?
ഒരു 23 24 ഉയർത്തി വെക്കാൻ ഈ 16 വേണ്ടവൻ നിർബന്ധിതനാവുന്നു. മറ്റവിടെ 30 വേണ്ടത്. ഇയാൾക്ക് വേണ്ടി താഴ്ന്നു വന്ന് ശരി 23 24 എങ്കിലും ഒപ്പിക്കാം എന്ന് കോംപ്രമൈസ് ചെയ്യണം. അപ്പൊ ഇയാൾക്ക് 16 വേണം, മറ്റേ ആൾക്ക് 30 വേണ്ടത്. ഇത് രണ്ടിന്റെയും നടുവിലേക്ക് 23 24 നമ്മൾ നിർബന്ധിതരായി ഒപ്പിച്ച് രാത്രി കിടക്കുന്നു. ഒരാള് പുതപ്പൊന്നും ഇല്ലാതെ മലർന്നു കിടക്കുന്നു, വേറൊരാള് മൂടിപ്പൊതച്ച് കിടക്കുന്നു അടുത്തടുത്ത്. ഈ 23 പോലും ഒരാൾക്ക് തണുപ്പാണ്, ഈ 23 ഒരാൾക്ക് ചൂടാണ്. അപ്പൊ പാവം ആ ചൂടും തണുപ്പും എന്ത് പഴച്ചു? ആ 23 എന്ത് പഴച്ചു? 23 ഇപ്പൊ ചൂടാണോ തണുപ്പാണോ നിങ്ങൾ പറയൂ. ഈ 23 ഡിഗ്രി എന്ന് പറയുന്നത് ചൂടാണോ തണുപ്പാണോ? ആർക്കാണ് ചൂട്, ആർക്കാണ് തണുപ്പ്? ചിന്തിക്കുക. യൂറോപ്പിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവിടുത്തെ തണുപ്പിൽ പഴകിയിട്ട് നമ്മുടെ ഭാരതത്തിലൊക്കെ വരുമ്പോ, ട്രോപ്പിക്കൽ കൺട്രീസിലൊക്കെ വരുമ്പോ വല്ലാത്ത ചൂട്. നമ്മൾക്കിവിടെ നല്ല ശൈത്യകാലം ആയിരിക്കും, ചിലപ്പോ നല്ല മകരമാസം 18 ഡിഗ്രി 20 ഡിഗ്രി ഒക്കെ ആയിരിക്കും രാവിലെ നമ്മുടെ ടെമ്പറേച്ചർ. അത് നമുക്ക് വല്ലാത്ത തണുപ്പ്, നമ്മൾ തണുത്ത് വിറയ്ക്കുക, പല്ലൊക്കെ കൂട്ടിയിടിക്കണു. ആ സമയത്ത് യൂറോപ്യൻസ് ഇവിടെ വന്നാല് വസ്ത്രമില്ലാതെ നടക്കുന്നവര്, അവർക്ക് അപ്പോഴും ചൂടാ. അപ്പൊ ഏതാണ് ചൂട്, ഏതാണ് തണുപ്പ്? ചൂടും തണുപ്പും ആരാ നിർവചിക്കുന്നത്? ആരാ നിർവചിക്കുന്നത്? നമ്മുടെ മനസ്സിന്റെ നിർവചനമാണത്. നമ്മുടെ ഇന്റർപ്രിട്ടേഷനാണ് ഇത് ചൂടാണ് ഇത് തണുപ്പാണ് എന്ന്, അല്ലേ? ഒരാൾക്ക് നല്ല വായ പൊള്ളുന്ന ചുട്ടുന്ന പൊള്ളുന്ന ചായ കുടിക്കണം, വേറൊരാൾക്ക് അതേ ചായ കൊടുത്താൽ അയാൾ നല്ല ചീത്ത വെച്ച് തരും. ഇതെന്താത്? മനുഷ്യനെ കൊല്ലാനുള്ള ചൂട് ഉണ്ടല്ലോ ഇതില്. ഒന്ന് ആറ്റിക്കൊണ്ടുവരൂ, തണുപ്പിച്ചു കൊണ്ടുവരൂ എന്ന് പറയും. അയാൾക്ക് ചായ തണുത്തിട്ട് വേണം കുടിക്കാൻ. പതുക്കെ തണുത്ത ചായയെ അയാൾ കുടിക്കുന്നു. വേറൊരാള് ചുടുന്ന അങ്ങനെ തന്നെ മോന്തുന്നു, പശു വെള്ളം കുടിക്കുന്ന പോലെ. ഇത് രണ്ടും ഇപ്പൊ ആരുടെ കുഴപ്പമാണ്? ചായ പാവം ആരെയും ഒന്നും പറഞ്ഞില്ല, ഒന്നും ഉപദ്രവിച്ചിട്ടില്ല. അപ്പൊ അതുപോലെ ശീതവും ഉഷ്ണവും എന്നുള്ളത് പ്രകൃതിയിലെ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ, അത് അഗ്നി തന്മാത്രകൾ അന്തരീക്ഷത്തിൽ കൂടുതലുണ്ടാവുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നു. ജലതന്മാത്ര കൂടുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ തണുപ്പ് അനുഭവപ്പെടുന്നു. അന്തരീക്ഷത്തിലെ ആ മാറ്റത്തിനനുസരിച്ചാണ് ഏത് തന്മാത്രയാണ് അന്തരീക്ഷത്തിൽ കൂടുതലുള്ളത്. പ്രകൃതിയിലുള്ളതായിട്ടുള്ള മറ്റു ഘടകങ്ങളെ ആശ്രയിച്ചാണ് ആ ടെമ്പറേച്ചർ നിശ്ചയിക്കപ്പെടുന്നത്. അന്തരീക്ഷത്തിലുള്ള ജലാംശമാവാം, സൂര്യനോ അതുപോലെയുള്ളതായിട്ടുള്ള ഗ്രഹങ്ങളോ ഒക്കെ ആയിട്ട് ഭൂമിയുടെ അടുത്തുള്ള കോണ്ടാക്ട് ആവാം. ഉഷ്ണ സാഹചര്യങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട് കൊണ്ട് അന്തരീക്ഷം ചൂടുപിടിക്കുന്നു. ചുറ്റുപാടും ഫാക്ടറികളൊക്കെ ധാരാളം ഉണ്ടെങ്കിൽ അന്തരീക്ഷം ചൂടുപിടിക്കുന്നു. വാഹനങ്ങളുടെ ഇന്ധനങ്ങളുടെ എന്താ പറയുക പൊല്യൂഷൻ കൊണ്ട് അന്തരീക്ഷം ചൂടാവുന്നു. സസ്യജാലങ്ങളുടെ അഭാവം കൊണ്ട് അന്തരീക്ഷം ചൂടാവുന്നു, അല്ലെ? മരുഭൂമിയുടെ സാന്നിധ്യം അന്തരീക്ഷത്തെ ചൂടാക്കുന്നു. പാറകള് ഭൂമിയിൽ ധാരാളം പാറകൾ ഉണ്ടെങ്കിൽ ആ പാറകൾ എന്ത് ചെയ്യുന്നു? സൂര്യപ്രകാശത്തെ അതിലേക്ക് ഇതാക്കിയിട്ട് റേഡിയേറ്റ് ചെയ്യുന്നു. അപ്പൊ വലിയ പാറക്കെട്ടുകൾ സമീപത്തുണ്ടെങ്കിൽ അതിന്റെ റേഡിയേഷൻ കാരണം നമുക്ക് ചൂട് അനുഭവപ്പെടുന്നു. അടുത്ത് നല്ല വലിയ ജലാശയങ്ങളുണ്ടെങ്കിൽ
അതിൻ്റെ തണുപ്പ് നമുക്ക് അനുഭവപ്പെടുന്നു. ഇതൊക്കെ ഒരുപാട് സാഹചര്യങ്ങളെ, ഭൗതിക സാഹചര്യങ്ങളെ ആശ്രയിച്ചാണ് ഈ ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ. അത് പ്രകൃതിയിലെ നിയമമാണ്, അത് മാറിക്കൊണ്ടിരിക്കും. ഭൂപ്രകൃതി മാറുന്നതിനനുസരിച്ച്, അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കൊക്കെ അനുസരിച്ച് ടെമ്പറേച്ചറിലും മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോ അതിനെക്കുറിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെറുതെ കരഞ്ഞതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ദുഃഖിച്ചതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് അവയെ എന്ത് ചെയ്യുക? അവയെ സഹിക്കാൻ പഠിക്കുക. അതാണ് ഇവിടെ താൻ തിതിക്ഷസ്വ. ഈ ശീതവും ഉഷ്ണവുമെല്ലാം മാറി മറിഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കും. ഈ പ്രകൃതിയെ നിയന്ത്രിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. ആ പ്രകൃതി അതിന്റെ പണി എടുത്തുകൊണ്ടിരിക്കും, മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വയം ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളെ അഡാപ്റ്റ് ചെയ്യണം. നമ്മൾ അതിനനുസരിച്ച് നമ്മളെ പക്വപ്പെടുത്തണം. അത് ഉൾക്കൊള്ളാനുള്ളതായിട്ടുള്ളൊരു പാകത നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഏത് സാഹചര്യത്തെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു വലിപ്പം നമുക്കുണ്ടാവണം. ഒരു പക്വത നമ്മൾ ആർജിക്കണം. അതിനെ നമ്മൾ അഭ്യസിക്കണം. അതിന് കംപ്ലൈന്റ് ചെയ്യാതെ, ശീതം വരുമ്പോ അതിനെ സഹിച്ചുകൊണ്ടും ഉഷ്ണം വരുമ്പോൾ അതിനെ സഹിച്ചുകൊണ്ടും, വലിയ തീവ്രമായിട്ടുള്ള നമുക്ക് ശരീരത്തിന് സഹിക്കാൻ പറ്റാത്ത തണുപ്പോ ചൂടോ ഉണ്ടാകുമ്പോൾ അതിന് നേരിയ രീതിയിൽ മിനിമം പ്രതിരോധം ചെയ്തുകൊണ്ടും, അതിന് നമുക്ക് തന്നെ പ്രകൃതിയിൽ പല വസ്തുക്കളും കിട്ടും. അതുപയോഗിച്ചുകൊണ്ട് വസ്ത്രങ്ങൾ ധരിച്ചോ, വസ്ത്രങ്ങൾ അഴിച്ചോ, ചൂട് കാഞ്ഞോ, ഫാനിട്ടോ, AC ഇട്ടോ, ഏതെങ്കിലും രൂപത്തില് നമുക്ക് താങ്ങാൻ പറ്റുന്നതായിട്ടുള്ള ആ പരിധിയിലേക്ക് കൺട്രോൾ ചെയ്യുക. നമ്മൾ വല്ലാതെ അതിലേക്ക് എക്സ്പോസ്ഡ് ആവണ്ട. നല്ല താപമാണ് അന്തരീക്ഷത്തിൽ, 50 ഡിഗ്രി ചുട്ടുപൊള്ളുന്ന നട്ടുച്ചയാണെങ്കിൽ വെയിലത്ത് പോകാതിരിക്കുക. അഥവാ പോകേണ്ടി വന്നാൽ കൊട പിടിച്ചുകൊണ്ട് പോവുക. അല്ലെങ്കിൽ വല്ല വാഹനങ്ങളില് AC ഇട്ടിട്ടൊക്കെ പോവുക. ഇതൊക്കെ ചെയ്യാം. അപ്പൊ സ്വയം താങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനിൽ, എക്സ്ട്രീമായിട്ടുള്ള സിറ്റുവേഷനിൽ ചെന്ന് എക്സ്പോസ്ഡ് ആയിട്ട് ക്ഷീണിക്കേണ്ട ആവശ്യമില്ല. കഴിയുന്നതും ആ എക്സ്പോഷർ കുറയ്ക്കാം. നമുക്ക് താങ്ങാവുന്നത് വരെ നമുക്ക് എക്സ്പോസ്ഡ് ആവാം. ആ പരിധി വിട്ടാൽ നമുക്ക് സ്വയം കവർ ചെയ്യണം. നമ്മളെ കവർ ചെയ്യണം. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇതാരും ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അതുപോലെയാണ് ഈ ലോകത്തില് ഏത് സാഹചര്യങ്ങളും, ഈ ശീതവും ഉഷ്ണവും വന്നു പോകുന്നത് പോലെ തന്നെയാണ് ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളും വന്നു പോകുന്നതാണ്. അതിപ്പോ ബന്ധുക്കളാണെങ്കിലും ശത്രുക്കളാണെങ്കിലും നമ്മുടെ ജീവിതത്തില് ഏത് അനുകൂല പ്രതികൂല സാഹചര്യങ്ങളും ഇതുപോലെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ആ വരുന്നതും പോകുന്നതുമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ഓവറായിട്ട് വറി ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. അവയെ തിതിക്ഷ, താൻ തിതിക്ഷസ്വ ഭാരത. ഇവിടെ തിതിക്ഷ എന്ന വാക്കിന്റെ അർത്ഥം ത്യജിക്കുവാനുള്ള ക്ഷമതയാണ്. തെക്തും ക്ഷമത. തിതിക്ഷ എന്നുള്ള വാക്കുണ്ടാവുന്നത് ത്യജിക്കുക എന്നുള്ള വാക്കിൽ. അതാണ് യഥാർത്ഥ ക്ഷമ. അപ്പൊ നിങ്ങളാണ് ശക്തൻ. യു എംപവർ യുവർ സെൽഫ്. അതാണ് ഇവിടെ പറയുന്നത്. തിതിക്ഷ എന്നുള്ളത് ഒരു എംപവർമെന്റ് ആണ്. യു എംപവർ യുവർ സെൽഫ് ടു റെസിസ്റ്റ് ദ എക്സ്റ്റേണൽ സിറ്റുവേഷൻസ്. ഒരു റെസിസ്റ്റൻസ് നമ്മുടെ ഉള്ളില് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ഈ എംപവർമെന്റിനെയാണ് തിതിക്ഷ എന്ന് പറയുന്നത്. തിതിക്ഷ എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ക്വാളിറ്റി അല്ല, അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഗുണമാണ്. യു മേക്ക് യുവർ സെൽഫ് സ്ട്രോങ്. സ്വയം വീക്ക് ആവാതെ, അയ്യോ 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 എന്ന് പറഞ്ഞ് കരയാതെ,
അയ്യോ തണുത്തിട്ട് വയ്യേ എന്ന് പറഞ്ഞ് കരയാതെ, അല്ലെങ്കിൽ ചൂടാണെങ്കിൽ അയ്യോ ചുട്ടിട്ട് വയ്യ എന്തൊരു ചൂട് എന്തൊരു ചൂട് എന്തൊരു ചൂട് എന്ന് പറയാതെ സ്വയം ശക്തരാവുക. സ്വയം ശക്തരാവുകയാണ് തിതിക്ഷ എന്ന് പറയുന്നതിന്റെ അർത്ഥം. ശക്തിയുള്ളവനെ ക്ഷമിക്കാനാവുള്ളൂ. ശക്തിയുടെ പ്രകടനമായിട്ടുള്ള ഭാവമാണ് ക്ഷമ എന്നുള്ളത്. ഭൂമി എല്ലാം ക്ഷമിക്കുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഭൂമിക്ക് ശക്തിയുള്ളത് കൊണ്ടാണ്. സർവം സഹയാണ് ഭൂമി. കാരണം ഭൂമിക്കറിയാം ഇപ്പൊ എന്റെ മുകളിൽ ഈ ഓരോ ആക്രമണങ്ങൾ നടത്തുന്ന ഇവരൊക്കെ കുറച്ചു കഴിഞ്ഞാൽ പോകും. ഇവരെ പോലെ ഞാൻ എത്ര പേരെ കണ്ടതാണ്. എത്ര പേര് എന്റെ മാറത്തുകൂടെ ഇങ്ങനെ എന്തെല്ലാം സർക്കസ് കാണിച്ചു പോയി. അവരൊക്കെ വന്നു പോയി. ഞാനിപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. എനിക്കൊരു മാറ്റവുമില്ല. എന്റെ വിശാലതയ്ക്കും എന്റെ ഗാംഭീര്യത്തിനും എന്റെ മഹത്വത്തിനും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഐ എം സ്റ്റിൽ ഹിയർ ദ സെയിം. സോ ലെറ്റ് ദം ഡു വാട്ട് എവർ ദേ വാണ്ട്. എന്തൊക്കെ സർക്കസ് വേണമെങ്കിൽ കാണിച്ചിട്ട് പോകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഭൂമി എല്ലാം സഹിക്കുന്നത്. നമ്മൾ ഭാഗവതത്തില് ഏകാദശ സ്കന്ധത്തില് അവധൂതൻ പറയുന്നുണ്ടത്. യദു മഹാരാജാവിനോട് അവധൂതൻ ആ 24 ഗുരുക്കന്മാരുടെ തത്വം പറയുന്നുണ്ട്, ഇവരൊക്കെ വരും പോകും, ഇവരൊക്കെ എന്നിലേക്ക് തന്നെ വന്നടിയും. എന്നിൽ നിന്ന് പോയവരാണ്, എന്നിലേക്ക് തന്നെ തിരിച്ചു വരും. എത്ര വലിയ ആളുകളാണെങ്കിലും അവസാനം മണ്ണിൽ അടിയും. അതറിയാം ഈ മണ്ണിന്. അതുകൊണ്ട് മണ്ണ് എല്ലാറ്റിനെയും സഹിക്കുന്നു. നീ ആവുന്നത് ചെയ്യ് എന്ന് പറഞ്ഞ് അനുവദിക്കുകയാണ്. അപ്പോ ആ ഭൂമിയുടെ ശക്തിയാണ് സഹനത. അപ്പോ ഒരു ശക്തനെ സംബന്ധിച്ച് പല കാര്യങ്ങളും നിസ്സാരങ്ങളാണ്. എന്നാൽ ഒരു വളരെ ദുർബലനായിട്ട് ഒരാൾക്ക് ഒരു നിസ്സാര കാര്യം മതി പൊട്ടിത്തകരാൻ. അപ്പൊ അതാണ് നമ്മളിന്ന് കാണുന്നത്. തൊട്ടാവാടികൾ. ആളുകൾ പലരും തൊട്ടാവാടികളാണ്. നിസ്സാര കാര്യത്തിന് കരച്ചിലോ കരച്ചില്. എന്നാൽ ചിലർക്കുണ്ട് ലോകം തന്നെ തലകീഴായി മറിഞ്ഞാലും ഒരു കുലുക്കവുമില്ല. ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ ദമ്പതികളായിരിക്കുന്ന ആളുകള് ഭർത്താവ് എന്താ പറയാ ഒന്നിലും കുലുക്കൂല്ലാതിരിക്കും. ഭാര്യ തൊട്ടതിനും പിടിച്ചതിനും കരച്ചിലും പിടിച്ചിലുക, ശാഠ്യം പിടിക്കല. ഒരേ സന്ദർഭമാണ്, ഒരേ സിറ്റുവേഷനാണ്. ഭാര്യ വല്ലാതെ വറിയടാവുണ്ടാവും, മറ്റേ ആള് നിർഗുണ പരബ്രഹ്മമായിട്ട് ഇരിക്കുന്നുണ്ടാവും. അത് തന്നെ ഭാര്യയ്ക്ക് ദേഷ്യം കൂട്ടും. ഞാൻ ഇത്രയൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ നിർഗുണ പരബ്രഹ്മം പോലെ ഇരുന്നോ എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ മുതുകത്തിട്ട് 4 ഇടി കൊടുക്കും. അല്ലേ? ഭർത്താക്കന്മാര് നിർഗുണ പരബ്രഹ്മം, ഭാര്യമാര് തൊട്ടാവാടികള്. ഇത് ലോകത്തിൽ ഇഷ്ടം പോലെ കാണാം. മറിച്ചു ആവാം, മറിച്ച് വളരെ ചുരുക്കമാണ് കേട്ടോ. അതാണ് പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള വ്യത്യാസം. സ്ത്രീകൾ പരമാവധി എന്താ പറയുക കൂടുതലും തൊട്ടാവാടികളായി കാണുന്നു. നിസ്സാര കാര്യങ്ങളിൽ വലിയ സംഭവമാക്കി മാറ്റുന്നു. എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുക, കരയാൻ. ശണ്ട കൂടാൻ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുക. ഏതെങ്കിലും അബദ്ധത്തിലൊരു വാക്ക് ഭർത്താവിന്റെ നാവിൽ നിന്ന് വീണ് കിട്ടിയാൽ അതിൽ പിടിച്ചുകൊണ്ടായിരിക്കും അന്നത്തെ ദിവസം മുഴുവൻ യുദ്ധം. പാത്രങ്ങളൊക്കെ ഇട്ട് ഉടയ്ക്കലും എല്ലാം കരിക്കലും പുകയ്ക്കലും ഒക്കെ നടക്കും. വേണമെങ്കിലും ഇന്നത്തേക്ക് ഇത് മതി, നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചിട്ട് പോ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയും കൊടുക്കും. ചില നിസ്സാര കാര്യമായിരിക്കും. അപ്പൊ നിസ്സാര കാര്യത്തിന് വയലന്റ് ആവുന്ന ആളുകളുണ്ട്. എത്ര വലിയ സംഭവങ്ങൾ ഉണ്ടായാലും കുലുങ്ങാത്ത ആൾക്കാരും ഉണ്ട്. 2 തരം വ്യക്തിത്വങ്ങളും. അപ്പോ സിറ്റുവേഷൻസ്
അത് മാറിക്കൊണ്ടേയിരിക്കും. ഭൂപ്രകൃതി മാറും, ബാക്കി ചുറ്റുപാടുകൾ ബാഹ്യമായിട്ടുള്ള എല്ലാം മാറിക്കൊണ്ടിരിക്കും. നമ്മൾ അതിനനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യാതിരുന്നാൽ മതി. നമ്മുടെ ഉള്ളിൽ ഒരു സ്റ്റെബിലൈസർ ഉണ്ടായാൽ മതി. നമ്മുടെ മനസ്സിനെ നമ്മൾ ഒരു സ്റ്റെബിലൈസറാക്കി മാറ്റണം. ഏത് സാഹചര്യത്തെയും സ്റ്റഡി ആയിട്ട് ഫേസ് ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ മനസ്സിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ എന്തിനേയും ഉൾക്കൊള്ളുവാനുള്ള ഒരു പാകത നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ബാഹ്യ സിറ്റുവേഷൻസ് മാറട്ടെ, ഞാൻ അതിലൊന്നും ഒലയുന്നില്ല, ഞാൻ കുലുങ്ങുന്നില്ല. എന്ത് വേണമെങ്കിൽ വരട്ടെ, എന്ത് വേണമെങ്കിൽ പോകട്ടെ. ആഗമ അപായിനഃ അനിത്യാഹ. ആഗമ അപായിനഃ അനിത്യാഹ. വരുന്നതാണ്, പോകുന്നതാണ്, പെർമനന്റ് അല്ല, അനിത്യങ്ങളാണ് എന്ന് കരുതി താൻ തിതിക്ഷസ്വ, അവയെ അവഗണിക്കുന്നു, അവയെ സഹിക്കുന്നു, ക്ഷമിക്കുന്നു. ഒരു പരിഭവവുമില്ലാതെ, ഒരു കംപ്ലൈന്റുമില്ലാതെ, വല്ലാതെ പ്രതിവിധി ചെയ്യാനിട്ട് വ്യഗ്രത കാണിക്കുന്നുമില്ല. എപ്പോഴും റിയാക്ടിങ് അല്ല, എല്ലാ സിറ്റുവേഷനോടും റിയാക്ട് ചെയ്യാറില്ല. ആവശ്യത്തിന് മാത്രം റെസ്പോണ്ട് ചെയ്യുന്നു, അത്യാവശ്യത്തിന് മാത്രം റെസ്പോണ്ട് ചെയ്യുന്നു. അനാവശ്യമായിട്ടുള്ള റിയാക്ഷനുകളൊന്നുമില്ല. മൈൻഡ് എപ്പോഴും സ്റ്റേബിളാണ്. അങ്ങനെ സ്റ്റേബിളാക്കി ശീലിക്കണം നമ്മൾ. അപ്പൊ നമ്മള് എന്താ പറയുക, നമ്മുടെ ജീവിതത്തില് എന്നും ഒരേ സിറ്റുവേഷൻ ആയിരിക്കണം എന്നുള്ള ദുർവാശി ഉപേക്ഷിക്കണം. നമ്മുടെ ഇന്നതൊക്കെ ഉണ്ടെങ്കിലേ എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കുള്ളൂ, എനിക്ക് സുഖമായിരിക്കുള്ളൂ എന്നുള്ള നമ്മുടെ കണ്ടീഷൻസിനെ നമ്മൾ ഉപേക്ഷിക്കണം. അത് ശീലിക്കണം നമ്മള്. അത് ബാല്യത്തിൽ തന്നെ ശീലിക്കണം. എല്ലാ എക്സ്ട്രീമുകളോടും നമ്മൾ സ്വയം എക്സ്പോസ്ഡ് ആവണം. എല്ലാ കാലാവസ്ഥയും, എല്ലാ അവസ്ഥകളെയും, ദാരിദ്ര്യത്തെയും സുഖത്തെയും, മാനം അപമാനം, എല്ലാ വിപരീത ദ്വന്ദ്വങ്ങളെയും നമ്മൾ സ്വയം എക്സ്പോസ്ഡ് ആയിട്ട് അതിനെയൊക്കെ ഉൾക്കൊള്ളുന്ന പക്വത നമ്മൾ ആർജിക്കണം. ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മളിൽ ഉണ്ടാക്കണം. അല്ലാതെ അമുൽ ബേബികളായിട്ട് നമ്മൾ വളരാൻ പാടുള്ളതല്ല. നമ്മുടെ കുട്ടികൾ, ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികളെ നമ്മൾ അമുൽ ബേബികളാക്കി വളർത്തരുത്. അവർക്ക് ടോളറൻസ് എന്നുള്ളത് അഭ്യസിപ്പിക്കണം. ഇന്നത്തെ കുട്ടികളിൽ ഇല്ലാത്തത് ഈ ടോളറൻസ് ആണ്. ടോളറൻസ് എന്നാൽ ഈ സഹനശക്തി. ഈ ഉൾക്കൊള്ളാനുള്ളതായിട്ടുള്ള വിപരീതമായിട്ടുള്ള സാഹചര്യം വരുമ്പോൾ, പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇന്നത്തെ തലമുറകൾ ഇൻടോളറന്റ് ആണ്. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവര്, പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് പോകുന്നു, പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് തകർന്നു പോകുന്നു. നിസ്സാര കാര്യങ്ങൾ മതി ഡിപ്രഷനിലേക്ക് പോകാൻ. നിസ്സാര കാര്യം മതി ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കാൻ. നിസ്സാര കാര്യം മതി ആത്മഹത്യ ചെയ്യാൻ. അപ്പൊ എന്തുകൊണ്ട് വെച്ചാൽ അവർക്ക് അനുകൂലമായത് മാത്രം ശീലിപ്പിച്ച്, അവരുടെ ഇഷ്ടങ്ങളെ മാത്രം സാധിപ്പിച്ചു കൊടുത്ത്, അവരുടെ വളർച്ച മുഴുവൻ ഒരു ലോപ്സൈഡഡ് ആയിട്ടുള്ള വളർച്ചയാണ്. ഒരു സമഗ്രമായിട്ടുള്ള വളർച്ചയല്ല അവർക്കുള്ളത്. സമഗ്രമായിട്ടുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ ഏത് സിറ്റുവേഷനെയും ഉൾക്കൊള്ളാനുള്ള വളർച്ചയാണ്. മറ്റത് സുഖം മാത്രം കൊടുത്ത് പാമ്പർ ചെയ്ത് ലാളിച്ച് ഞങ്ങൾ കഷ്ടപ്പെട്ടു, അതുപോലെ ഞങ്ങളുടെ കുട്ടികൾ കഷ്ടപ്പെടരുത്. ഞങ്ങൾ ദാരിദ്ര്യം അനുഭവിച്ചു, അതുകൊണ്ട് കുട്ടികൾ ദാരിദ്ര്യം അനുഭവിക്കരുത്.
ഞങ്ങൾക്ക് അത് തന്നെയാ വേണ്ടത്. സഹിച്ച് സഹിച്ച് നിർവികാരത കൂടിപ്പോയോ എന്നൊരു തോന്നൽ. ചില ആളുകള് അങ്ങനെ എല്ലാം സഹിച്ച് ഒന്നിനും റെസ്പോണ്ട് ചെയ്യാതെ ആവുന്നു. റെസ്പോൺസ് ആവാം, റിയാക്ഷൻ ഇല്ലാതിരുന്നാൽ മതി. റെസ്പോൺസ് ഒക്കെ ആവാം, ആവശ്യത്തിന് റെസ്പോണ്ട് ചെയ്യാം. നമുക്ക് വേണ്ടിടത്ത് റെസ്പോണ്ട് ചെയ്യണം. ഇവിടെ ഹിന്ദുക്കള് എല്ലാം സഹിച്ച് സഹിച്ച് റെസ്പോൺസ് ഇല്ലാത്തവരായി മാറിയിട്ടുണ്ട്. ആ റെസ്പോൺസിബിൾ ആവണം, തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നവരാവണം, ആവശ്യത്തിന് റെസ്പോണ്ട് ചെയ്യണം. വല്ലാതെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വയലന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ വേണ്ട. നിർവികാരത എന്നുള്ളത് നമ്മുടെ ഉള്ളിലുള്ള ഒരു സ്റ്റെബിലിറ്റി ആയിരിക്കട്ടെ. പുറത്തേക്ക് നമുക്ക് അഭിനയിക്കാം. നമ്മുടെ ഉള്ളിൽ ഇളക്കമൊന്നുമില്ലെങ്കിലും, ഏത് സിറ്റുവേഷനും നമ്മളെ മാറ്റുന്നില്ലെങ്കിലും നമുക്ക് ചിലയിടത്തൊക്കെ അഭിനയിക്കണം. അല്ലെങ്കിൽ നമ്മളെ ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ സഹിക്കുന്നത് നമ്മുടെ വീക്ക്നെസ് കൊണ്ടാണെന്ന് കരുതി നമ്മളെ എപ്പോഴും എക്സ്പ്ലോയിറ്റ് ചെയ്യും. അങ്ങനെയുള്ളവരോട് നമ്മൾ എന്ത് ചെയ്യണു? കുറച്ചൊക്കെ അഭിനയിക്കണം, പുറത്തേക്ക് പ്രകടിപ്പിക്കണം. എപ്പോഴും എല്ലാം സഹിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളുകൊണ്ട് നമുക്ക് സഹിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നിസ്സാരമായിട്ടേ നമ്മൾ ഉള്ളുകൊണ്ട് പലതും കണക്കാക്കാറുള്ളൂ. എങ്കിലും അതിനെ വെറുതെ മറ്റുള്ളവര് ചൂഷണം ചെയ്യുന്നു. അങ്ങനെ ചൂഷണം ചെയ്യുന്നവരെ നമ്മൾ നിലക്കി നിർത്തണം. എപ്പോഴും ചൂഷണം ചെയ്യുന്ന സ്വഭാവമുള്ള ആളുകളെ നമ്മൾ നിലക്കി നിർത്താൻ വേണ്ടി കുറച്ച് നാടകമൊക്കെ അഭിനയിക്കാം, നരസിംഹമൂർത്തിയായിട്ടൊക്കെ അഭിനയിക്കാം. അത് വേണം. ഈ ലോകത്തിലെ വ്യവഹാരം നടക്കണമെങ്കിൽ അതൊക്കെ വേണം, നാടകമൊക്കെ വേണം. അമ്മമാര് കുട്ടികളോട് ദേഷ്യം അഭിനയിക്കില്ലേ? അതുപോലെ ഉള്ളിന്റെ ഉള്ളിൽ ദേഷ്യമൊന്നുമില്ല, ഉള്ളിന്റെ ഉള്ളില് സഹനശക്തി കുറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ചില കാര്യങ്ങൾ കണ്ടാൽ സഹിക്കാത്തത് പോലെ നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മുടെ ജോലിക്കാര് നമ്മൾ ഏൽപ്പിച്ച പണിയെടുക്കാതെ അലസരായിക്കൊണ്ട് ഇന്ന് ചെയ്യേണ്ട കാര്യം നാളേക്ക്, മറ്റന്നാളേക്ക്, നാലാം നാളേക്ക് എന്നൊന്ന് നീട്ടിക്കൊണ്ടേയിരുന്നാൽ, നമ്മൾ സഹനശീലം കാണിച്ചുകൊണ്ടേയിരുന്നാൽ അവരത് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ നമ്മുടെ ഉള്ളിൽ അവരോട് സിമ്പതിയൊക്കെ ഉണ്ട്, ഉള്ളില് സിമ്പതിയുണ്ട്. അവരെ മനസ്സിലാക്കണം, അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കണം. എന്തുകൊണ്ട് അവരിങ്ങനെ, നമ്മൾ വീക്കായതുകൊണ്ട് നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം അവര് എങ്കിൽ അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. ശരിക്കുള്ളൊരു ന്യായമായിട്ടുള്ളൊരു കാരണമുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് അനുവാദം കൊടുക്കാം. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിച്ചത് അവർ സാധിച്ചിട്ടില്ല, ന്യായമായ കാരണമുണ്ടെങ്കിൽ അത് കേൾക്കാനും അറിയാനും തയ്യാറാവണം നമ്മൾ. എന്നിട്ട് വേണം നമ്മൾ റെസ്പോണ്ട് ചെയ്യാനായിക്കൊണ്ട്. റെസ്പോൺസ് എന്നുള്ളത് നമ്മുടെ കൺട്രോളിലാണ്, കൺട്രോൾഡ് റെസ്പോൺസ് ആണ്. റിയാക്ഷൻ എന്നുള്ളത് നമ്മുടെ കൺട്രോൾ ഇല്ലാതെ നമ്മൾ റിയാക്ട് ചെയ്യുന്നതാണ്. നമ്മൾ വികാരം കൊണ്ടുണ്ടാവുന്ന പ്രകടനമാണ് റിയാക്ഷൻ. ബുദ്ധിപൂർവമായിട്ടുള്ള പെരുമാറ്റമാണ് റെസ്പോൺസ്. റെസ്പോൺസും റിയാക്ഷനും തമ്മിലുള്ള വ്യത്യാസം ഇമോഷണൽ ആയിട്ടുള്ള എക്സ്പ്രഷനാണ് റിയാക്ഷൻ എങ്കിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് റെസ്പോൺസ്. ബുദ്ധിപൂർവം റെസ്പോണ്ട് ചെയ്യുക, കാൽക്കുലേറ്റഡ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക, വേണ്ടടുത്ത് വേണ്ട അളവിൽ റെസ്പോണ്ട് ചെയ്യുക, അളന്ന് തൂക്കി റെസ്പോണ്ട് ചെയ്യാൻ നമ്മൾ ശീലിക്കുക. അപ്പോൾ ആവശ്യത്തിന് നാടകമൊക്കെ വേണ്ടി വരും, ചിലയിടത്തൊക്കെ വേഷം കെട്ടൊക്കെ വേണ്ടി വരും. കണ്ണുരുട്ടലും മീശ പിരിക്കലും കൈ ചൂണ്ടലും ഭയപ്പെടുത്തലും ഒക്കെ വേണ്ടി വരും. കാരണം ചില ആളുകളെ നിലയ്ക്ക് നിർത്താൻ സാമം മാത്രം പോരാ, ദാനവും പോരാതെ വരും, ഭേദവും ദണ്ഡവും വേണ്ടി വരും. തമോ ഗുണപ്രധാനികളായിട്ടുള്ള ആളുകളെ
അവരുടേതായിട്ടുള്ള പ്രവൃത്തിയിൽ പ്രേരിപ്പിക്കാൻ ദണ്ഡം വേണ്ടിവരും. സാമം, ദാനം, ഭേദം, ദണ്ഡം 4 ഉപായങ്ങളാണ് ഒരാളെ ധർമ്മത്തിൽ പ്രവർത്തിപ്പിക്കാനായിട്ട്. അപ്പോൾ ആരോട് ഏത് എന്ന് നമുക്ക് അറിഞ്ഞ് ഉപയോഗിക്കുക. ഏതാളുകളോട് സാമം, ആരോട് ദാനം, ആരോട് ഭേദം, ആരോട് ദണ്ഡം. മൂർഖന്മാരോട് ദണ്ഡമേ ശരിയാവുള്ളൂ, ദുഷ്ടസ്വഭാവമുള്ളവരോട് ദണ്ഡമേ ശരിയാവുള്ളൂ. ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ബാലൻസ് നമ്മൾ കളയുന്നില്ല. നമ്മുടെ ഉള്ളില് സ്റ്റേബിളാണ്. ഇത് നമ്മൾ ശീലിക്കണം, പക്വതയാർജിക്കണം. അപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മൾ എല്ലാം ശീലിപ്പിക്കണം. നെഗറ്റീവ്, ഓപ്പോസിറ്റ്സ്, പോസിറ്റീവും നെഗറ്റീവും അനുഭവിപ്പിക്കണം. വിശപ്പിന്റെ വില അറിയണം അവർക്ക്, ഭക്ഷണത്തിന്റെ വില അറിയണം, ഓരോ വസ്തുക്കളുടെയും മൂല്യം അറിഞ്ഞു വളരണം അവര്. ഏത് ചോദിച്ചാലും അപ്പപ്പ വാങ്ങിച്ചു കൊടുത്താൽ ഒരു വസ്തുവിനും വിലയില്ലാതാവും. ഇഷ്ടം പോലെ ഭക്ഷണം വായിൽ തിരികി കൊടുത്താൽ ഭക്ഷണത്തിന്റെയും വിശപ്പിന്റെയും വില അറിയില്ല അവർക്ക്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ അവർക്ക് വിശപ്പിന്റെ വില അറിയുന്ന ആ സാഹചര്യം ഉണ്ടാവണം. ഇടയ്ക്കൊക്കെ ആഴ്ചയിലൊക്കെ ഒരു ബ്രേക്ക്. വ്രതം അതിനാണ്. നമ്മുടെ വ്രതങ്ങൾ വെള്ളിയാഴ്ച വ്രതം, തിങ്കളാഴ്ച വ്രതം, ഏകാദശി വ്രതം, ഷഷ്ടി വ്രതം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെച്ചിരിക്കുന്നത് ബോധപൂർവം നമ്മളെ ബാലൻസ് ചെയ്യിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ ഒരു കൺട്രോൾ ഉണ്ടാക്കുകയാണ്, ഒരു സ്പേസ് ഉണ്ടാക്കുകയാണ്. ഭക്ഷണമില്ലെങ്കിലും, ഒരു ദിവസം ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ഞാൻ ജീവിക്കും. ഒരു ദിവസം ഉപ്പ് കൂട്ടാതെ ഞാൻ ജീവിക്കും. ഒരു ദിവസം ഞാൻ മൗനമായിട്ട് ജീവിക്കും, മൗനവ്രതം. ഒരു ദിവസം ഞാൻ മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കും, വാട്സപ്പ് തുറക്കാതെ ജീവിക്കും, ഇന്റർനെറ്റ് ഇല്ലാതെ ജീവിക്കും. റൂമിനകത്ത് ഞാൻ വാതിലടച്ചിരുന്ന് ജീവിക്കും. ഒരു ദിവസം ഏകാന്തതയിൽ ഇരിക്കും. ഞാൻ പുറത്തേക്ക് ഇറങ്ങാതെ ഞാൻ ഒരു ദിവസം ഇരിക്കും. ഇങ്ങനെ ഓരോ വ്രതവും നമ്മളെ എംപവർ ചെയ്യുന്നു, ഇച്ഛാശക്തി വളർത്തുന്നു, നമ്മുടെ ഉള്ളിലുള്ള സ്പേസ് കൂട്ടുന്നു, കാര്യങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാൻ, സാഹചര്യങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള നമ്മുടെ കപ്പാസിറ്റി കൂട്ടുന്നു. അപ്പൊ സ്വയം നമ്മൾ ഏത് സിറ്റുവേഷനെയും ഫേസ് ചെയ്യാൻ സജ്ജരാവണം, എക്വിപ്ഡ് ആവണം, എംപവേർഡ് ആവണം. നമ്മുടെ കുട്ടികളും അതുപോലെ ആവണം. കുട്ടികളെ അങ്ങനെയാണ് നമ്മൾ ശക്തരായിട്ട് വളർത്തേണ്ടത്. അല്ലാതെ അവരെ ദുർബലരാക്കി കളയരുത്. ദുർബലരാക്കുക എന്ന് പറഞ്ഞാൽ അവർ ചോദിച്ചതൊക്കെ കൊടുക്കുകയും അവരുടെ ഇഷ്ടത്തിന് മാത്രം വഴങ്ങി കൊടുക്കുകയും ചെയ്തുകൊണ്ട് എല്ലാം അനുകൂലമാക്കി കൊടുക്കുമ്പോൾ, എന്നെങ്കിലും ജീവിതത്തിൽ അവർക്ക് പ്രതികൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർക്കത് ഫേസ് ചെയ്യാൻ താങ്ങുന്നില്ല, സഹിക്കുന്നില്ല. അവർ ഇൻടോളറന്റ് ആയിട്ട് ഏത് അക്രമത്തിലേക്കും പോകുന്നു. അവർക്ക് ഇമോഷണൽ ബാലൻസ് ഉണ്ടാവുന്നില്ല. അപ്പൊ അതൊക്കെ നമ്മൾ പരിശീലിച്ചെടുക്കണം, മനഃപൂർവ്വം പരിശീലിപ്പിക്കണം, കഷ്ടതകൾ അനുഭവിക്കണം. തീയിൽ മുളച്ചത് വെയിലത്ത് വാടുകയില്ല. തീയിൽ മുളച്ചത് വെയിലത്ത് വാടുമോ? അതുകൊണ്ട് ബാല്യത്തിൽ തന്നെ, ശൈശവത്തിൽ തന്നെ ഇതൊക്കെ ശീലിപ്പിക്കണം. അല്ലാതെ വളർന്നു വലുതായിട്ട് കുറെ വേണ്ടാത്ത ശീലങ്ങളൊക്കെ പഠിപ്പിച്ച ശേഷം പിന്നെ ശ്രമിക്കുമ്പോൾ അത് താങ്ങില്ല. അതുകൊണ്ട് ബാല്യത്തിൽ തന്നെ, ശൈശവത്തിൽ തന്നെ ഇതുപോലെയുള്ള ഓപ്പോസിറ്റ്സിലൊക്കെ കുട്ടികൾക്ക് ബാലൻസ് ഉണ്ടാക്കി കൊടുക്കണം. അത് നമ്മൾ മനഃപൂർവ്വം ചെയ്തേ പറ്റൂ. എങ്കിലേ നമ്മളെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റൂ. അതാണ് നമുക്ക് കൊടുക്കാനുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. കുട്ടികളെ നമ്മൾ എംപവർ ചെയ്യുക, കുട്ടികളെ നമ്മൾ വീക്കാക്കാതിരിക്കുക, എംപവർ ചെയ്യുക. അത് പറഞ്ഞ് മനസ്സിലാക്കുക. അവർക്ക് ഏത് സാഹചര്യത്തെയും നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഈ കൊറോണ നമ്മളെ വല്ലാതെ ബാധിച്ചില്ലേ എല്ലാവരെയും?
നേരിടേണ്ടി വന്നില്ലേ, നിർബന്ധിതരായില്ലേ നമ്മൾ? അതുപോലെ ഏത് എമർജൻസി സിറ്റുവേഷൻ വന്നാലും, എന്ത് പരീക്ഷണം വന്നാലും നമ്മൾ അതിനെ നേരിടാൻ സന്നദ്ധരാവണം, സജ്ജരാവണം, പ്രിപ്പയർഡ് ആവണം. അത് ശീലിക്കണം, ബാല്യത്തിൽ തന്നെ ശീലിക്കണം. കുട്ടികളെ ബാല്യത്തിൽ തന്നെ ശീലിപ്പിക്കണം. അവരെ ഒരുപാട് ലാളിക്കാൻ പാടുള്ളതല്ല. ലാളിച്ചോളൂ, അതോടൊപ്പം തന്നെ പരീക്ഷണങ്ങളും കൊടുക്കണം. വിപരീത അവസ്ഥകളും അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതും പിടിച്ചു നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കണം. ഇല്ല എന്ന് പറഞ്ഞ് ശീലിക്കണം. നോ എന്ന് അവർ കേട്ട് പഴകണം. അല്ലാതെ എപ്പോഴും യെസ് 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 എന്ന് മാത്രം കേട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നോ എന്ന് കേൾക്കുമ്പോൾ അവർ തകർന്നു പോകുന്നു. അതുകൊണ്ട് നോ എന്നുള്ളത് ആദ്യം കേട്ട് ശീലിപ്പിക്കുക. കാരണം ഭാവിയിൽ അവർ വളർന്നു വരുമ്പോൾ ഏറ്റവും അധികം കേൾക്കാനുള്ള ശബ്ദം, ഏറ്റവും അവർ നേരിടാനുള്ള അവസ്ഥ നോ എന്നായിരിക്കും. അപ്പൊ നോ പറയാൻ പേരൻസും പഠിക്കണം, കുട്ടികളും കേട്ട് ശീലിക്കണം. അത് ആവശ്യമാണ്, അതാണ് ആവശ്യം. അത് ശീലിപ്പിക്കുക. ഇപ്പൊ പറഞ്ഞു വന്നത്, ബാഹ്യപരിതസ്ഥിതികൾ, ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം, അല്ലെങ്കിൽ മറ്റേ ബാഹ്യമായിട്ടുള്ള എല്ലാം തന്നെ വരുന്നതും പോകുന്നതുമാണ്. സുഖവും ദുഃഖവും നിശ്ചയിക്കുന്നത് നമ്മളാണ്. നമ്മൾക്ക് ഈ സാഹചര്യങ്ങളോടുള്ള പ്രതികരണമാണ് സുഖവും ദുഃഖവും. അപ്പൊ ഞാൻ ദുഃഖിക്കില്ല എന്ന് തീരുമാനിച്ചാൽ ആർക്കും എന്നെ ദുഃഖിപ്പിക്കാൻ പറ്റില്ല. ഞാനെല്ലാം സഹിക്കും, സന്തോഷപൂർവം സഹിക്കും. അതിനുള്ള ശക്തി എനിക്കുണ്ട്, അതിനുള്ള കഴിവ്, അതിനുള്ള വലുപ്പം എനിക്കുണ്ട്. ഒന്നും സാരമില്ല എന്ന് നമുക്ക് ശീലിക്കണം. അപ്പോൾ ഈ ലോകത്തിലുള്ള ഏത് വിഷയങ്ങളെയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. നമുക്ക് കൂടുതൽ നാളെ കാണാം. ഇന്ന് സമയം വൈകി. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഃ ആഗമാപായിനോ അനിത്യാഃ താൻ തിതിക്ഷസ്വ ഭാരത. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ വെള്ളിയാഴ്ചയാണ്. നാളെ വെള്ളിയാഴ്ച. അപ്പൊ നാളെ ഗീതാ ക്ലാസ് ഉണ്ടാവില്ല. വെള്ളിയാഴ്ച. മറ്റന്നാ തുടരും. ഹരിയോ ഹരിയോ. നാളെ വെള്ളിയാഴ്ച ഗീതാ ക്ലാസ് ഉണ്ടാവില്ല. എല്ലാവരും നോട്ട് ചെയ്യാം. ഹരിയോ നാരായണ.